Hello dear students, today നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ക്ലാസ്സിലാണ് അല്ലേ. മൂന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കുറച്ച് ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ അതുപോലെ തന്നെ പോകും. എല്ലാവർക്കും മനസ്സിലാവണം എന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയ ആ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ അത് കംപ്ലീറ്റ് ചെയ്തില്ല. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് കുറച്ചുകൂടി ബാക്കിയുണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. ഒരു ഡയഗ്രാമുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിനകത്ത് ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആൻസർ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നോക്കാം ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. ഇപ്പൊ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ടിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻസ്ട്രക്ഷൻ ഫെച്ച് മീൻസ് റീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഓക്കെ, അതിനാണ് എന്താ പറയുക, ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്ന് പറയാം. റീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഓക്കെ, എക്സിക്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതിന് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്നവരാണ് എക്സിക്യൂഷൻ. അപ്പോൾ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂഷൻ എന്ന് ഹെഡിങ് എഴുതുക. ഇതാണ് നമ്മൾ എഴുതാൻ തുടങ്ങേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് ഓൾറെഡി വി ഡിസ്കസ് ദാറ്റ് റീഡിങ് ആൻഡ് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി ഈസ് കോൾഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. ഓക്കെ, എഴുതിയെടുത്തോളൂ. Instruction fetch means reading an instruction from memory is called instruction fetch. ഇനി ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഫെച്ചിങ് മീൻസ് റീഡിങ്. ഇപ്പൊ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെക്കരുത്, എവിടെ കൊണ്ടുവന്നാലേ അത് വർക്ക് ചെയ്യുള്ളൂ. ഇറ്റ് വിൽ ബി വർക്കബിൾ ഓൺലി ആഫ്റ്റർ ഇറ്റ് വിൽ ബി ഇൻ IR, ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഓക്കെ, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എത്തിയാലും ശേഷം മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. വെറുതെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്താൽ എവിടെയാ കിട്ടുക? മെമ്മറിയിൽ നിന്ന് റീഡിങ് നടത്തിയാൽ നമ്മൾക്ക് എപ്പോഴും ഡാറ്റ കിട്ടുന്ന എവിടെയായിരിക്കും? MDRലായിരിക്കും. ഇപ്പം ഏതൊരു ഡാറ്റയെ റീഡ് ചെയ്ത് കഴിഞ്ഞാലും, മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി ഇൻ MDR. ഓക്കെ, MDRൽ നിന്ന് അതിനെ IRലേക്ക് എത്തിച്ചാൽ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയത്. അപ്പം ആഫ്റ്റർ ഫെച്ചിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഇറ്റ് വാണ്ട്സ് ടു ബി സ്റ്റോർഡ് ഇൻ IR മീൻസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ കേട്ടോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യുമ്പോൾ അത് MDRൽ ഉണ്ടാവും. അപ്പോൾ MDRൽ നിന്ന് അതിനെ IRലേക്ക്, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യണം. എന്നാലേ മാത്രമേ അത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ആഫ്റ്റർ ഫെച്ചിങ് ആൻ ഇൻസ്ട്രക്ഷൻ ഇറ്റ് വാണ്ട്സ് ടു ബി സ്റ്റോർഡ് ഇൻ IR ഫോർ എക്സിക്യൂഷൻ. എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അതിനെ IRലേക്ക് സ്റ്റോർ ചെയ്യണം. ഓക്കെ, അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ദ പ്രൊസസർ ഫെച്ച് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ആദ്യം ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണെന്ന് പറയാം. ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുന്ന വരെയുള്ള പരിപാടിക്ക് പറയുന്ന പേരാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നുള്ളത് കേട്ടോ. ഒരു ഇൻസ്ട്രക്ഷനെ ഫുൾ എക്സിക്യൂട്ട് ചെയ്യാം, റീഡ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് വരെയുള്ള എല്ലാ പ്രോസസ്സിനും കൂടി പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്താണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ആവണ്ട. ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ്. ഒരു ഇൻസ്ട്രക്ഷൻ, ഒരു പ്രോഗ്രാമിലുള്ള ഒരു ലൈനിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ലൈനിനെ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? ആ ലൈൻ എന്ന് പറഞ്ഞ ഇൻസ്ട്രക്ഷൻ, ആ ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യണം, അതിനെ MDRൽ എത്തിക്കണം, MDRൽ നിന്ന് അതിനെ IRൽ എത്തിക്കണം, എന്നിട്ട് എക്സിക്യൂട്ട് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്നുള്ളത്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആണ്, റീഡ് ചെയ്യണം. അതാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് കേട്ടോ. ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് നടത്തിയാൽ മാത്രമേ, ഒരു ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്താൽ മാത്രമേ ഒരു സാധനം, ഒരു ഇൻസ്ട്രക്ഷനെ നമുക്ക് വർക്ക് ചെയ്യിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ്, അറ്റ് ദ ബിഗിനിങ് ഓഫ് ഈച്ച് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ ദ പ്രൊസസർ ഫെച്ച് ആൻ ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിളിന്റെ ബിഗിനിങ്ങിൽ നടത്തേണ്ട സാധനമാണ് എന്ത്, ഇൻസ്ട്രക്ഷൻ ഫെച്ച് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ആ ഫസ്റ്റ് ലൈനിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, എഴുതിയെടുക്കണേ. ഇൻ ദ പ്രൊസസർ പ്രോഗ്രാം കൗണ്ടർ സ്റ്റോർ ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. പ്രോഗ്രാം കൗണ്ടർ എന്താ സ്റ്റോർ ചെയ്യുക? അഡ്രസ് ഓഫ് നെക്സ്റ്റ് എക്സിക്യൂട്ടിംഗ് ഇൻസ്ട്രക്ഷൻ. Okay. The processor always increment PC
ആഫ്റ്റർ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്യണം. ഓക്കെ, ഇൻസ്ട്രക്ഷൻ റീഡ് ചെയ്തു, IR എത്തിച്ചു, IR നിന്ന് അതിനെ എക്സിക്യൂട്ട് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനടുത്ത് അടുത്ത ലൈൻ വേണ്ടേ? അപ്പോൾ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് കുറേ ലൈൻസ് കൂടിയതാണ്, കുറേ ഇൻസ്ട്രക്ഷൻസ് കൂടിയതാണ് ഒരു പ്രോഗ്രാം. ഓക്കെ, ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തു, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തു, ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണ്ടേ? അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് കഴിഞ്ഞിട്ട് അടുത്ത് ഇപ്പം നമ്മുടെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ, നിങ്ങൾ സി പ്രോഗ്രാം ലാബിൽ എഴുതിയ ഒരു പ്രോഗ്രാം ആണെങ്കിൽ അതൊരു 5-10 ലൈൻ ഉണ്ടാവാറില്ലേ? ഇറ്റ് മേ ബി 10 ലൈൻസ് ഓർ 20 ലൈൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, പ്രിന്റ് എഫ്, അത് കഴിഞ്ഞ് സ്കാൻ എഫ് എക്സിക്യൂട്ട് ചെയ്യണം അല്ലേ? അപ്പോൾ പ്രിന്റ് എഫ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, സ്കാൻ എഫ് എന്ന് പറയുന്ന അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്, പിന്നെയും സ്കാൻ എഫ് ഉണ്ടെങ്കിൽ അത് അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്, പിന്നെ A = B+C എന്നുള്ളത് അത് അടുത്ത ഇൻസ്ട്രക്ഷൻ ആണ്. അങ്ങനെ ഓരോരോ ഇൻസ്ട്രക്ഷൻ ആണ് ഓരോ ലൈനും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്തു, ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? അടുത്ത് എടുക്കണ്ടേ? ഒരു ലൈൻ, ഒന്നാമത്തെ ലൈൻ കഴിഞ്ഞാൽ അടുത്ത എക്സിക്യൂട്ട് ചെയ്യേണ്ട എന്താ? രണ്ടാമത്തെ ലൈനാണ്. അപ്പോൾ ഒന്നാമത്തെ ലൈൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? അടുത്ത ഏതാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നതിന്റെ അഡ്രസ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സാധനമാണ് പ്രോഗ്രാം കൗണ്ടർ. We studied about program counter. Program counter store the address of next executing instruction. അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ പറയും രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എടുക്കുമെന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എടുക്കും. രണ്ടാമത്തെ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ എടുക്കുമെന്ന് പറയും. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന സംഭവം എപ്പോഴും ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. In the processor, program counter store the address of next executing instruction. The processor always increment. The processor എപ്പോഴും program counter increment ചെയ്തുകൊണ്ടിരിക്കും, കൂട്ടിക്കൊണ്ടിരിക്കും. The processor always increment program counter after each instruction fetch. ഓരോ ഇൻസ്ട്രക്ഷൻ ഫെച്ച് കഴിഞ്ഞാലും, ഓരോ ഇൻസ്ട്രക്ഷനെ റീഡ് ചെയ്ത് കഴിഞ്ഞാലും, ഒന്നാമത്തെ ലൈൻ റീഡ് ചെയ്ത് കഴിഞ്ഞു, ഇനി എന്താ ചെയ്യേണ്ടത്? രണ്ടാമത്തെ ലൈനെയാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? അടുത്ത അഡ്രസ്സിലേക്ക് കൊടുക്കും, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തു. അപ്പോൾ 100 എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഒന്നാമത്തെ ലൈൻ ഉള്ളതെങ്കിൽ 101 എന്ന് പറയുന്ന ലൊക്കേഷനിലായിരിക്കും മെമ്മറിയിലായിരിക്കും എന്തുണ്ടാവുക? രണ്ടാമത്തെ ലൈൻ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ ലൈന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി അടുത്ത ഏതാ റീഡ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ലൈനാണ്. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? 100 എന്ന് പറയുന്ന മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടർ ഒന്ന് കൂട്ടും, ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും, 101 എന്നാക്കി വെക്കും. പ്രോഗ്രാം കൗണ്ടറിലെ കണ്ടന്റ് 101 എന്ന് സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ 100ാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എവിടെയാണ് പോകേണ്ടത്? 101ലാണ് പോകേണ്ടത്. 101 എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷനിൽ പോയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? അടുത്ത 102 എന്നാക്കി സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത് ഓരോ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കഴിയുമ്പോഴും മൈക്രോ പ്രോസസർ എന്ത് ചെയ്യും? പ്രോഗ്രാം കൗണ്ടറിനോട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യാൻ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഗുണമുള്ളത്? സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫെച്ച് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇറ്റ് ക്യാൻ ഫെച്ച്, ഇതിനെ റീഡ് ചെയ്യാൻ പറ്റും. മൈക്രോ പ്രോസസറിന് എന്ത് റീഡ് ചെയ്യാൻ പറ്റും? അടുത്ത ഇൻസ്ട്രക്ഷനെ, പ്രോഗ്രാമിലുള്ള അടുത്ത ലൈനിനെ റീഡ് ചെയ്യാൻ പറ്റും, ഫെച്ച് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ഒന്നാമത്തെ ലൈൻ ഫെച്ച് ചെയ്തു, രണ്ടാമത്തെ ലൈൻ റീഡ് ചെയ്തു, മൂന്നാമത്തെ ലൈൻ ഫെച്ച് ചെയ്തു, നാലാമത്തെ ലൈൻ ഫെച്ച് ചെയ്തു. അങ്ങനെ 10 ലൈനുള്ള പ്രോഗ്രാം ആണെങ്കിൽ 9ാമത്തെ ലൈൻ റീഡ് ചെയ്തു, പിന്നെ 10ാമത്തെ ലൈൻ റീഡ് ചെയ്ത് കഴിയുമ്പോൾ പ്രോഗ്രാം കൗണ്ടർ കഴിഞ്ഞു. ഇനിയുണ്ടോ? പ്രോഗ്രാം ഇല്ല. അപ്പോൾ അതോടുകൂടി കഴിഞ്ഞു. അപ്പം അങ്ങനെയാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്നത്. അടുത്ത എവിടെ പോകണം, അടുത്ത എവിടെയാണ് പോകേണ്ടത് എന്ന് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത എവിടെ പോകണം എവിടെ നോക്കിയാൽ മതി? അടുത്ത നമ്മൾ എവിടെ പോയിട്ടാണ് എടുക്കേണ്ടത് എന്ന് എവിടെ നോക്കിയാൽ മതി? പ്രോഗ്രാം കൗണ്ടറിൽ നോക്കിയാൽ മതി. പ്രോഗ്രാം കൗണ്ടർ ഓരോ ലൈൻ എടുക്കുമ്പോഴും പ്രോഗ്രാം കൗണ്ടർ എന്ത് ചെയ്യും? ഒന്ന് ഇൻക്രിമെന്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതാണ് എഴുതിയിരിക്കുന്നത്. ദ പ്രോസസർ ഓൾവേസ് ഇൻക്രിമെന്റ് ദ പ്രോഗ്രാം കൗണ്ടർ ആഫ്റ്റർ ഈച്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ഫെച്ച് ദ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ഇൻ ദ പ്രോഗ്രാം. ദ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ്, അപ്പോൾ ഓരോ ഇൻസ്ട്രക്ഷനെ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ദ ഫെച്ച്ഡ് ഇൻസ്ട്രക്ഷൻ ഈസ് ലോഡഡ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ. ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷൻ, അതായത് റീഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ എവിടെയാണ് ഉണ്ടാവുക? MDRലാണ് ഉണ്ടാവുക. അതിനെ എവിടേക്ക് ലോഡ് ചെയ്യണം? ലോഡഡ് ഇൻ ടു ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ, IR. ഓക്കെ, ദ ഇൻസ്ട്രക്ഷൻ കണ്ടെയ്ൻസ്, ഇനി ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ ആഡ് A+B നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, ആഡ് R1, R2 എന്നൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? R1 എന്ന് പറയുന്ന രജിസ്റ്ററിലെ കണ്ടന്റും R2 എന്ന രജിസ്റ്ററിലെ കണ്ടന്റും കൂടി ആഡ് ചെയ്ത് റിസൾട്ട് R1ൽ സ്റ്റോർ ചെയ്യുക എന്നായിരുന്നു അതിൻ്റെ മീനിങ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് വേണ്ടി, ഇത് ഉപയോഗിക്കുന്ന യൂസേഴ്സിന് വേണ്ടിയാണ് ആഡ് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. കമ്പ്യൂട്ടറിന് അങ്ങനെ ആഡും R1 എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും അറിയില്ല. കമ്പ്യൂട്ടറിനെല്ലാം എന്താണ്? 0ന്റെയും 1ന്റെയും ഫോമിലാണ്, 0s and 1s ബൈനറി ഫോമിലാണ്. കമ്പ്യൂട്ടറിനകത്ത് എല്ലാ ഇൻസ്ട്രക്ഷൻസും എല്ലാ ഡാറ്റയും സ്റ്റോർ ചെയ്യുന്നത് ബൈനറി ഫോമിലാണ്. നമുക്ക് വായിക്കാനുള്ള എളുപ്പത്തിനാണ്
നമുക്ക് വായിക്കാനുള്ള ഈസിനെസ്സിന് വേണ്ടിയിട്ടാണ് വി ആർ യൂസിങ് ആഡ്, മൾ, R1, R2 എന്ന് പറയുന്ന പേരുകളൊക്കെ കൊടുക്കുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതുന്നതും അത് തന്നെയാണ്. നിങ്ങൾ C പ്രോഗ്രാമിൽ പ്രിന്റ് എഫ് എന്ന് പറയുന്നത് എഴുതുന്നില്ലേ, നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പ്രിന്റ് എഫ് എന്ന് എഴുതുന്നത്. അതിൻ്റെ അർത്ഥം പ്രിന്റ് ചെയ്യാനാണ് എന്ന് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് കമ്പ്യൂട്ടറിൽ പ്രിന്റ് എഫും സ്കാൻ എഫ് എന്ന് പറയുന്നതൊന്നും ഒരു ഇംഗ്ലീഷ് വേർഡായിട്ടല്ല റീഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടർ അതിനൊക്കെ എന്തിലേക്ക് മാറ്റും? സീറോസിൻ്റെയും വൺസിൻ്റെയും ഫോമിലേക്ക് മാറ്റും. ഓക്കെ, സീറോസിൻ്റെയും വൺസിൻ്റെയും ഫോമിലേക്ക് മാറ്റിയിട്ട് മാത്രമേ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് അതിനെ സ്റ്റോർ ചെയ്യുള്ളൂ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്ത് ഉണ്ടാവുന്നത് ആഡ് എന്നല്ല ഉണ്ടാവുക, ഒരു 10011 എന്നാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 10011 എന്ന് അറിഞ്ഞാൽ കമ്പ്യൂട്ടറിന് ഓൾറെഡി എന്താ അറിയാൻ പറ്റും? 10011 എന്ന് പറഞ്ഞാൽ അഡീഷൻ ചെയ്യാനാണ് എന്ന് കമ്പ്യൂട്ടറിന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പം എല്ലാ ഫോമിലും, എല്ലാ സംഭവത്തിനും, എല്ലാ കോഡിനും, എല്ലാ ഇൻസ്ട്രക്ഷനും ഒരു ബൈനറി ഫോം ഉണ്ടാവും. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഹാവ് ഇറ്റ്സ് ഓൺ ബൈനറി ഫോർമാറ്റ്. ഓക്കെ, ഏതൊരു ഇൻസ്ട്രക്ഷനും അതിനൊരു ബൈനറി ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഇവിടെ സ്റ്റോർ ചെയ്യുക, ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുക. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. The instruction contains bits that specifies the action the processor need to execute. അപ്പോൾ the instruction contains the bits. ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താ ഉണ്ടാവുക? ഇൻസ്ട്രക്ഷൻ ബിറ്റ്സ് ആണ് ഉണ്ടാവുക, സീറോസും വൺസും ആണ് ഉണ്ടാവുക. എന്താ അത് സ്പെസിഫൈ ചെയ്യുന്നത്? ദാറ്റ് സ്പെസിഫൈസ് ദ ആക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ? ഒരു ആക്ഷൻ ചെയ്യാനാണ്. അഡീഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ആക്ഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ പാട്ട് പാടിക്കുക എന്നുള്ളൊരു ആക്ഷൻ ചെയ്യാൻ, അല്ലെങ്കിൽ സിനിമ കാണിക്കുക എന്നുള്ളൊരു ആക്ഷൻ ചെയ്യാൻ. അപ്പോൾ എന്തൊരു ഇൻസ്ട്രക്ഷൻ എന്താണ്? ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു എക്സിക്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഈ ബൈനറി ഫോർമാറ്റിലുള്ള സാധനം 10110 എന്നൊക്കെ പറയുന്ന ആ ബൈനറി ഫോർമാറ്റിലായിരിക്കും ഇൻസ്ട്രക്ഷൻ ഉണ്ടാവുക. അത് എന്ത് സ്പെസിഫൈ ചെയ്യുക? ആ ഇൻസ്ട്രക്ഷൻ എന്താണ് സ്പെസിഫൈ ചെയ്യുക? എന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത് എന്ന് ആ ബൈനറി ഫോർമാറ്റ് നോക്കിയാൽ മൈക്രോ പ്രോസസറിന് മനസ്സിലാകും. അപ്പോൾ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ള ബൈനറി ഫോർമാറ്റ് നോക്കിയാൽ മൈക്രോ പ്രോസസറിന് മനസ്സിലാകും എന്താണ് ഞാൻ ചെയ്യേണ്ടത്. 10011 എന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ളതെങ്കിൽ the microprocessor will perform addition. 10111 എന്നാണ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിനകത്തുള്ളതെങ്കിൽ the microprocessor will perform subtraction. That's all. ഓക്കെ, അങ്ങനെയാണ് ഓരോ സംഭവത്തിനും, ഓരോ ഇൻസ്ട്രക്ഷനും ഒരു ബൈനറി ഫോർമാറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രം. നോക്കിക്കോളൂ, ഒരു ഡയഗ്രം നോക്കണ്ട, ഇത് വരച്ചെടുക്കണേ, ഇതെല്ലാം എഴുതിയെടുക്കണം, വരച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ ഈ ഡയഗ്രം നോക്കുക, സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂഷൻ ചോദിച്ചാൽ ഈ ഡയഗ്രം വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂഷൻ ഒന്നുമില്ല, സിമ്പിളാണ്. ഇതാ ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂട്ട്. ഒരു ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, അതിന് എക്സിക്യൂട്ട് ചെയ്യുക. ഇതാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് സൈക്കിൾ ഫോർമാറ്റിൽ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇതാണ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, ആദ്യം സ്റ്റാർട്ട് എന്ന് കൊടുക്കുക, അവസാനം സ്റ്റോപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഫെച്ച് സൈക്കിൾ എന്ന്. കണ്ടോ, അടിയിൽ കണ്ടില്ലേ ഫെച്ച് സൈക്കിൾ. എക്സിക്യൂട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് എക്സിക്യൂട്ട് സൈക്കിൾ എന്നുള്ളത്. ഓക്കെ, ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചെയ്യുന്നതിനാണ് എന്താ പറയുക? ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയാം. ഓക്കെ, ഫെച്ച് ചെയ്യുന്നതിന് പറയുന്ന പേര് ഫെച്ച് സൈക്കിൾ, എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മാത്രം പറയുന്ന പേര് എക്സിക്യൂട്ട് സൈക്കിൾ. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷനെ നമ്മൾ റീഡ് ചെയ്യണം, എക്സിക്യൂട്ട് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണം, ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി നോക്കുക, ദ പ്രോസസർ എക്സിക്യൂട്ട് ദ ഇൻസ്ട്രക്ഷൻ യൂസിങ് ദ ഫോളോയിങ് 4 സ്റ്റെപ്സ്. നോക്കിക്കോളൂ, പ്രോസസർ എക്സിക്യൂട്ട് ദ ഒരു പ്രോസസർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ആഡ് R1, R2 എന്ന് എടുക്കാം. അത് തന്നെ നമ്മൾ നേരത്തെ അതേ എക്സാമ്പിൾ നമുക്ക് കൺസിഡർ ചെയ്യാം. വി ക്യാൻ കൺസിഡർ an example like add R1, R2. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, ദ പ്രോസസർ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ 4 സ്റ്റെപ്പിലൂടെ കടന്നു പോകും. 4 സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യം അതിനെ എന്ത് ചെയ്യേണ്ടി വരും? റീഡ് ചെയ്യണം. അപ്പം പ്രോസസറിൻ്റെ മെമ്മറി ആയിട്ട് ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യണം. പ്രോസസർ ടു മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ ആൻഡ് മെമ്മറി ടു ഈ ആഡ് R1, R2 എന്നുള്ളത് എവിടെയാണ് ഉണ്ടാവുക? മെമ്മറിയിലാണ് ഉണ്ടാവുക, അല്ലേ? നമ്മൾ പഠിച്ചാണ്, എല്ലാ സംഭവങ്ങളും മെമ്മറിയിലാണ് ഉണ്ടാവുക. Okay, all things, all instructions, all data are stored in memory, not in microprocessor. All data and instructions are stored in memory. Okay, we want to take the instruction from memory and feed to CPU. CPU ലേക്ക് ഫീഡ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. CPU-നകത്തുള്ള ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് ഫീഡ് ചെയ്താൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷനും മെമ്മറിയിലായതുകൊണ്ട് മൈക്രോ പ്രോസസർ ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? പ്രോസസർ ടു മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ നടത്തണം. പ്രോസസർ അവിടെ പോയി MARൽ അഡ്രസ്സ് കൊടുത്ത് MDRൽ കൺട്രോൾ യൂണിറ്റ് റീഡ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അവിടെ പോയി റീഡ് ചെയ്യും.
പ്രോസസർ ടു മെമ്മറി ഡാറ്റ ട്രാൻസ്ഫർ ഉണ്ടാവും. അതുപോലെ തിരിച്ച് മെമ്മറി ടു പ്രോസസർ, അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ. അതാണ് ഞാൻ ആരോ മാർക്ക് ഇട്ടത്, അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ളത് ചെയ്യാനാണ്. മെമ്മറി ടു പ്രോസസറും പ്രോസസർ ടു മെമ്മറിയിലും ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം. അതുപോലെ പ്രോസസർ ടു IO ആൻഡ് IO ടു പ്രോസസർ, ഡാറ്റ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം അല്ലേ. ആദ്യം പ്രോസസറിൽ നിന്ന് മെമ്മറിയിലേക്കും പോകണം, മെമ്മറിയിൽ നിന്ന് പ്രോസസറിലേക്കും വരേണ്ടി വരും. പിന്നെ പ്രോസസർ ടു IO ആൻഡ് IO ടു പ്രോസസർ. എന്താ അർത്ഥം? പ്രോസസർ എന്ന് പറയുന്നത് മൈക്രോ CPU, IO എന്ന് പറഞ്ഞാൽ എന്താ? ഇൻപുട്ട് ഔട്ട്. കീബോർഡിൽ നിന്ന് നമുക്കൊരു ഡാറ്റ കൊടുക്കണമെങ്കിലും 5, 6 എന്ന് പറഞ്ഞ 2 നമ്പറാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 5, 6 എന്ന് പറഞ്ഞ നമ്പർ കീബോർഡ് വഴിയാണ് കൊടുക്കുക. അപ്പോൾ ഈ കൊടുക്കുന്ന ഡാറ്റ എവിടെയാണ് പോവുക? കീബോർഡിൽ നിന്ന് പ്രോസസറിലേക്ക്. കീബോർഡ് എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് യൂണിറ്റ് ആണ്. അതുകൊണ്ട് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ പേരാണ് IO എന്ന് പറയുന്നത്. ഇൻപുട്ട് യൂണിറ്റിനെ ഔട്ട്പുട്ട് യൂണിറ്റിനെയും ഒരുമിച്ച് നമ്മൾ IO എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ അതാണ്. ഇപ്പോൾ ഡാറ്റ, ഒന്നാമത്തെ ഡാറ്റ മൈക്രോ പ്രോസസറിൽ നിന്ന് മെമ്മറിയിലേക്ക്, മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസറിൽ പോകേണ്ടി വരും. ചിലപ്പോൾ ഡാറ്റ മൈക്രോ പ്രോസസറിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലേക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിൽ നിന്ന് മൈക്രോ പ്രോസസറിലേക്ക് പോകേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഈ 2 രീതിയിലാണ് ഡാറ്റ നമ്മൾ കൊടുക്കുക. ഡാറ്റ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതിനെ എക്സിക്യൂട്ട് ചെയ്യണ്ടേ. ഇപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്ന പരിപാടി നടത്തണം. അപ്പോൾ ഡാറ്റ പ്രോസസ്സിംഗ് നടത്തണം. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്യുന്ന യൂണിറ്റ് ALU ആണ്. ALU എക്സിക്യൂട്ട് ചെയ്യുന്ന ആരുടെ നോക്കിയിട്ടാണ്? ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ നോക്കിയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിൽ എന്താണോ എഴുതിയത് അതാണ് ALU എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഡാറ്റേനെ എക്സിക്യൂട്ട് ചെയ്യണം. പിന്നെ കൺട്രോൾ കൊടുക്കണം. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെ എപ്പൊക്കെ ഏതൊക്കെ യൂണിറ്റ് എപ്പോഴൊക്കെ എന്തൊക്കെ ചെയ്യണം എന്ന് പറയുന്നതിനാണ് എന്താ പറയുക? കൺട്രോൾ എന്ന് പറയും. അപ്പോൾ പ്രൊവൈഡ് കൺട്രോൾ സിഗ്നൽ ടു ദ അതർ യൂണിറ്റ്സ്. ഈ 4 സ്റ്റെപ്പിലൂടെ ഇത് കടന്നു പോകും. ഒരു കമ്പ്യൂട്ടർ ആകെ ഈ 4 സ്റ്റെപ്പിലൂടെ കടന്നു പോകുന്നുള്ളൂ. ഒരു കമ്പ്യൂട്ടറിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് ഡാറ്റ എവിടെയൊക്കെ പോകണം? ഡാറ്റ പ്രോസസറിൽ നിന്ന് മെമ്മറിയിൽ നിന്ന് പോകേണ്ടി വരും, മെമ്മറിയിൽ നിന്ന് പ്രോസസറിലേക്ക് പോകേണ്ടി വരും. അതേപോലെ പ്രോസസറിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകേണ്ടി വരും, ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്ന് പ്രോസസറിലേക്ക് പോകേണ്ടി വരും. പിന്നെ ചെയ്യുന്നത് ഡാറ്റനെ എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പം ഡാറ്റ കിട്ടിയിട്ടേ ഉള്ളൂ, നമുക്ക് പ്രോസസ് ചെയ്യാനുള്ള ഡാറ്റ കിട്ടിയിട്ടേ ഉള്ളൂ. ഒന്നുകിൽ മെമ്മറിയിൽ നിന്ന് കിട്ടും, അല്ലെങ്കിൽ കീബോർഡ് വഴി കിട്ടും. ആ 2 രീതിയിൽ ഡാറ്റ കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്താ? ഡാറ്റയെ പ്രോസസ് ചെയ്യുക. പ്രോസസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? എക്സിക്യൂട്ട് ചെയ്യുക. എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് റിസൾട്ട് കിട്ടും. റിസൾട്ട് കിട്ടുന്നത് അത് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. ഇനി എന്താ? കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി ചെയ്യണം. കൺട്രോൾ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിനെ കൺട്രോൾ ചെയ്യണം, മൈക്രോ പ്രോസസറിനെ കൺട്രോൾ ചെയ്യണം. പിന്നെ എപ്പോഴാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, എവിടെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, ആരാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കാനും ഈ കൺട്രോൾ സിഗ്നൽ വഴിയാണ് പെർഫോം ചെയ്യുന്നത്. ഈ കൺട്രോളിംഗ് ഒക്കെ നടത്തുന്നത് കൺട്രോൾ യൂണിറ്റാണ്. അപ്പോൾ ഈ 4 രീതിയിൽ അല്ലെ 4 സ്റ്റെപ്പുകളുണ്ട്. ഒരു കമ്പ്യൂട്ടറിനകത്ത് ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ഈ 4 സ്റ്റെപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. കൺട്രോൾ ചെയ്യേണ്ടി വരും, അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടി വരും, പിന്നെ ഡാറ്റയെ റീഡ് ചെയ്യേണ്ടി വരും. ഡാറ്റ റീഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞ 2 സ്റ്റെപ്പ്. ആദ്യത്തെ 2 സ്റ്റെപ്പ് ഡാറ്റയെ റീഡ് ചെയ്യാനാണ്, മെമ്മറിയിൽ നിന്ന് ഡാറ്റയെ റീഡ് ചെയ്യണം. ഈ റിസൾട്ട് കിട്ടിയാൽ അതിനെ കൊടുക്കുകയും വേണം. ഓക്കെ. ഈ 4 സ്റ്റെപ്പുകളാണ്. എല്ലാ എക്സിക്യൂഷനും, ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ ഈ 4 സ്റ്റെപ്പുകളിലൂടെ കടന്നു പോകണം. റീഡ് ചെയ്യുന്ന 2 രീതിയിൽ ചെയ്യാം. മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യാം, പിന്നെ ഇൻപുട്ട് കീബോർഡ് വഴിയും റീഡ് ചെയ്യാം, കീബോർഡ് വഴി എത്തിയിട്ടും റീഡ് ചെയ്യാം. അപ്പോൾ അതാണ് ഇത് 2 രീതി, 1, 2 എന്ന് പറയുന്ന സ്റ്റെപ്പ് ഉപയോഗിച്ച്. ഓക്കെ. പിന്നെ എന്താണ്? എക്സിക്യൂട്ട് ചെയ്യണം. റീഡ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? എക്സിക്യൂട്ട് ചെയ്യലാണ്. അതാണ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടും, അതൊക്കെ സ്റ്റോർ ചെയ്യണം. 4ാമത്തെ വേറെ സ്റ്റെപ്പ് എന്താ? കൺട്രോൾ ചെയ്യണം. ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു യൂണിറ്റ് വേണം. കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ സിഗ്നൽ കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റാണ് ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്. കൺട്രോൾ യൂണിറ്റാണ് എന്തൊക്കെ ചെയ്യണം, റീഡ് ചെയ്യണോ, റൈറ്റ് ചെയ്യണോ, ആഡ് ചെയ്യണോ എന്നൊക്കെ പറയുന്നത് കൺട്രോൾ യൂണിറ്റാണ്. ഓക്കെ. എഴുതിയെടുക്കുക കേട്ടോ, വരച്ചെടുക്കണം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ് കേട്ടോ. ഇത് നിങ്ങൾ നേരത്തെ പറഞ്ഞാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ എഴുതിയെടുക്കണേ. അതായത് ഇന്ന് പഠിപ്പിച്ച രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതിയെടുക്കുക. നേരത്തെ പറഞ്ഞ നോട്ട് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവും. ഓക്കെ. ആദ്യം ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഇപ്പോൾ പറഞ്ഞതാണ് ഫസ്റ്റ് പോർഷൻ. അത് കഴിഞ്ഞിട്ട് ഇത് എഴുതിയെടുത്താൽ മതി. ഓക്കെ. എഴുതിയെടുത്താണെങ്കിൽ അതിന് നിങ്ങൾ പാർട്ട് നമ്പർ ഇട്ടാൽ മതി. ഫസ്റ്റ് പോർഷൻ അതാണ്, സെക്കൻഡ് പോർഷൻ ഇതാണ് എന്ന് എഴുതി വെച്ചാൽ മതി. വേറെ ഒന്നുമില്ല. ഓക്കെ. ഇതൊക്കെ നമ്മൾ എഴുതിയതാണ്. നെക്സ്റ്റ് വൺ, അടുത്തതാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എളുപ്പമാണ് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക, വളരെ കെയർഫുൾ ആയിട്ട് കേൾക്കുക. ഇന്റർ കണക്ഷൻ സ്ട്രക്ചർ, ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്റർ കണക്ഷൻ സ്ട്രക്ചർ. ഇന്റർ കണക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറെ ഒരു സംഭവം. ഒരു കമ്പ്യൂട്ടറിനകത്ത് മെയിനായിട്ട് ശരിക്കും 3 യൂണിറ്റുകളേ ഉള്ളൂ. കമ്പ്യൂട്ടറിനകത്ത് 3 യൂണിറ്റുകളാണ് ഉള്ളത്. ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, രണ്ടാമത്തത് മെമ്മറി യൂണിറ്റ്, മൂന്നാമത്തത് CPU. ഈ 3 യൂണിറ്റുകളെ കമ്പ്യൂട്ടറിനകത്തുള്ളൂ.
ഒന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്, ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും ഉപയോഗിക്കുന്ന യൂണിറ്റ്. പിന്നെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന യൂണിറ്റാണ് പ്രോസസ്സിംഗ് യൂണിറ്റ്, CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. പിന്നെ ഉള്ളത് മെമ്മറി ആണ് ഈ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഉപയോഗിക്കുന്നത്. ഈ 3 യൂണിറ്റ്, ദീസ് ആർ ദ 3 മെയിൻ യൂണിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ. ഓക്കെ, when we want to represent a computer, we just want to write CPU, memory, input, output, IO. Okay, ഇതാണ് ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് കമ്പ്യൂട്ടർ കൺസിസ്റ്റ്സ് ഓഫ് എ സെറ്റ് ഓഫ് കമ്പോണൻസ് സച്ച് ആസ് CPU, മെമ്മറി ആൻഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്. ഈ 3 കമ്പോണൻസുകളെ, 3 യൂണിറ്റുകളെ ഒരു കമ്പ്യൂട്ടറിനകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ 3 യൂണിറ്റുകൾ തമ്മിൽ വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാര്യമുണ്ടോ? സെപ്പറേറ്റ് ആയിട്ട് 3 സ്ഥലത്തായിട്ട് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അത് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്താലല്ലേ കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുള്ളത്. 3 യൂണിറ്റും ഒരു CPU ഞാൻ വാങ്ങി ഒരു സ്ഥലത്ത് വെച്ചു, പിന്നെ ഒരു മെമ്മറി വാങ്ങി വേറൊരു മേശയിൽ വെച്ചു, അടുത്ത ഒരു കീബോർഡും പിന്നെ മോണിറ്ററൊക്കെ വാങ്ങി വേറെ സ്ഥലത്ത് വെച്ചു. കീബോർഡ് മോണിറ്ററിനൊക്കെ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് അല്ലേ, അതൊക്കെ വേറെ സ്ഥലത്ത് വെച്ചു. അത് കണക്ട് ചെയ്യാതിരുന്നാൽ കാര്യമുണ്ടോ? ഇല്ലല്ലോ, അത് കണക്ട് ചെയ്യണ്ടേ. ഇത് തമ്മിൽ ദീസ് യൂണിറ്റ് വാണ്ട്സ് ടു കമ്മ്യൂണിക്കേറ്റ് ഈച്ച് അതർ. ഈ യൂണിറ്റുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ യൂണിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വയേഴ്സ് വേണം. കണക്ഷൻ എന്താണ്? ഇത് തമ്മിൽ ഇതിനെല്ലാം 3 യൂണിറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ വയേഴ്സ് വേണം, കണക്ഷൻ പാത്ത് വേണം, പാത്ത്. അപ്പോൾ ഈ പാത്തിന് പറയുന്ന പേരാണ് എന്ത്? ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. ഓക്കെ, ഈ വയേഴ്സിന് പറയുന്ന പേരാണ് ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. അതായത് മെമ്മറിയിൽ നിന്ന് എന്തൊക്കെ വയറുകൾ പോകണം, കീബോർഡിൽ നിന്ന് എന്തൊക്കെ വയറുകൾ പോകണം, CPUവിൽ നിന്ന് എന്തൊക്കെ വയറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ടായിട്ടൊക്കെ പോകണം, അതിനകത്ത് പറയുന്ന പേരാണ് ഇന്റർകണക്ഷൻ സ്ട്രക്ചർ. അപ്പോൾ ഇന്റർകണക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഗ്രീൻ കളറിൽ എഴുതിയിട്ടുണ്ട്. ദ കളക്ഷൻ ഓഫ് പാത്ത് കണക്ടിങ് ദ ഡിഫറെന്റ് യൂണിറ്റ്സ് ഈസ് കോൾഡ് ഇന്റർകണക്ഷൻ സ്ട്രക്ചർ. അപ്പോൾ ഈ 3 യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു? ഈ 3 യൂണിറ്റുകളെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്തുകളാണ്, അല്ലെ വയേഴ്സുകളാണ് എന്ത്? വയറുകൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഇന്റർകണക്ഷൻ സ്ട്രക്ചർ. അപ്പോൾ ഈ കുറേ വയേഴ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകണം അല്ലേ? ഇതൊക്കെ വയേഴ്സുകൾക്കൊക്കെ തമ്മിൽ കണക്ട് ചെയ്താലല്ലേ ഇതൊരു കമ്പ്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് 3 യൂണിറ്റുകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കും. അതിന് നമുക്ക് കമ്പ്യൂട്ടർ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ 3 യൂണിറ്റുകളും തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്താൽ മാത്രമേ ദീസ് യൂണിറ്റ് വാണ്ട്സ് ടു ബി കണക്റ്റഡ് ദംസെൽവ്സ് അല്ലേ? തമ്മിൽ എന്ത് ചെയ്യണം? കണക്ട് ചെയ്യണം. അപ്പോൾ ടു കണക്ട് ദീസ് യൂണിറ്റ്സ് വി യൂസ് വയേഴ്സ് ഓർ പാത്ത്. ദീസ് കളക്ഷൻ ഓഫ് പാത്ത്സ് ആർ കോൾഡ് ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ ഈ പാത്തുകൾ അല്ലെങ്കിൽ ഈ വയേഴ്സ്, പാത്ത് എന്ന് പറഞ്ഞാൽ വഴി എന്ന് പറഞ്ഞാൽ എന്താ? വയേഴ്സ്. കണക്ഷൻ ഓഫ് പാത്ത്സ്, പാത്തുകളുടെ ഒരു വയറൊന്നും പോരാ, കുറേ വയറുകൾ. അതുകൊണ്ടാണ് പാത്ത്സ്, കളക്ഷൻ ഓഫ് പാത്ത്സ് എന്ന് പറയാൻ കാരണം. അപ്പോൾ ദ കളക്ഷൻ ഓഫ് പാത്ത്സ് കണക്ടിങ് ദ ഡിഫറെന്റ് യൂണിറ്റ്സ് ഈസ് കോൾഡ് ഇന്റർകണക്ഷൻ സ്ട്രക്ചർ. അപ്പോൾ മലയാളത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 യൂണിറ്റുകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയേഴ്സിന് പറയുന്ന പേരാണ് ഇന്റർകണക്ഷൻ സ്ട്രക്ചേഴ്സ്. അപ്പോൾ നമുക്ക് ഇതിൽ വളരെ എളുപ്പമായിട്ട് പറയാൻ പറ്റുന്നത് 3 യൂണിറ്റുകൾ നമ്മൾ നിങ്ങൾ ചെയ്യാനുള്ളത് ഈ 3 യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു? CPU, മെമ്മറി, IO. ഈ 3 യൂണിറ്റുകൾ തമ്മിൽ വരയ്ക്കുക. തമ്മിലല്ല, ഈ 3 യൂണിറ്റും വരയ്ക്കുക. അത് CPU വരെ മാത്രം വരയ്ക്കുക. ഒരു ബോക്സ് ആയിട്ട് CPU വരയ്ക്കുക. നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർകണക്ഷൻ സ്ട്രക്ചർ എന്നിൽ പഠിക്കാനുള്ളത് CPU മാത്രം വരയ്ക്കുക. CPUവിനകത്ത് എന്തൊക്കെ വയറുകളാണ് ഉള്ളിലേക്ക് വരുന്നത്, എന്തൊക്കെ വയറുകളാണ് പുറത്തേക്ക് പോകുന്നത്. ഉള്ളിലേക്ക് വരുന്ന വയറിന് നമ്മൾ എന്ത് പറയും? ഇൻപുട്ട് വയേഴ്സ് എന്ന് പറയും. പുറത്തേക്ക് പോകുന്ന വയേഴ്സിന് നമ്മൾ എന്ത് പറയും? ഔട്ട്പുട്ട് വയേഴ്സ് എന്ന് പറയും. അപ്പോൾ അത് വരയ്ക്കാനേ ഉള്ളൂ. ഒരു 3-4 ഇൻപുട്ട് വയേഴ്സ് ഉണ്ടാവും, ഒരു 3-4 ഔട്ട്പുട്ട് വയേഴ്സ് ഉണ്ടാവും. ഇത്രേ വരയ്ക്കാനുള്ളൂ. ഓക്കെ, അപ്പം മെമ്മറിക്ക് അങ്ങനെ എന്തൊക്കെയാണ് ഇൻപുട്ടായിട്ട് വരുന്നത്, മെമ്മറിയിൽ നിന്ന് എന്തൊക്കെയായിരിക്കും ഔട്ട്പുട്ടായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വയേഴ്സ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി? ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, നമുക്ക് ഓരോന്നും നമുക്ക് നോക്കാം. ഹിയർ വി ഡിസ്ക്രൈബ് ഇതാണ് ഞാൻ പറഞ്ഞത്. ഹിയർ വി ഡിസ്ക്രൈബ് വാട്ട് ആർ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ലൈൻസ് ഓഫ് ഈച്ച് യൂണിറ്റ്സ്. ഓരോ യൂണിറ്റിൻ്റെയും നമ്മൾ ഏതൊക്കെ യൂണിറ്റാണ് പറഞ്ഞത്? ഇൻപുട്ട് യൂണിറ്റ്, IO യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്, CPU. ഈ ഓരോ യൂണിറ്റിലും എന്തൊക്കെയാണ് ഇൻപുട്ട് ലൈൻസ്, എന്തൊക്കെയാണ് ഔട്ട്പുട്ട് ലൈൻസ്. ഇത് വരയ്ക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക? ഇന്റർകണക്ഷൻ സ്ട്രക്ചർ എന്ന് പറയുക. ഇത് വരച്ചാൽ മതി. ഓക്കെ, ഇതാണ് വരയ്ക്കാനുള്ള ഫിഗർ. നോക്കുക, ആദ്യം നമ്മൾ മെമ്മറി യൂണിറ്റ് എടുക്കാം. മെമ്മറി യൂണിറ്റ്. അപ്പോൾ നമ്മൾ ഇത് ബൈഹാർട്ട് പഠിക്കേണ്ട, ഞാൻ പറയാം. എന്തൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ബൈഹാർട്ട് പഠിക്കേണ്ട, ശ്രദ്ധിച്ചാൽ മനസ്സിലായിക്കോളും. മെമ്മറി എന്ന് പറയുന്ന യൂണിറ്റ് ആദ്യം എടുക്കുക. മെമ്മറി യൂണിറ്റ്. മെമ്മറി യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മെമ്മറി എന്തിനാണ് ഉപയോഗിക്കുക? മെമ്മറി ഉപയോഗിക്കുന്നത് എന്താണ്? സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഡാറ്റയെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെമ്മറി ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?
മെമ്മറി യൂണിറ്റ് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ഡാറ്റ. ഓക്കെ, അപ്പോൾ ഈ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ മെമ്മറിയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യുകയും ചെയ്യാം, നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓക്കെ, വി ക്യാൻ റീഡ് ആൻഡ് റൈറ്റ്. റീഡിങ് റൈറ്റിങ് മെമ്മറിക്ക് ആകെ പറ്റുന്ന കാര്യം എന്താ? ഡാറ്റയെ സ്റ്റോർ ചെയ്യുക, ആവശ്യമുള്ള സമയത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുക മെമ്മറിയിലേക്ക് എന്തൊക്കെയായിരിക്കും. ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയ സാധനമാണെന്ത് നോക്കുക. ഈ ലെഫ്റ്റ് സൈഡിൽ എഴുതിയതാണ് ഇൻപുട്ട് ലൈൻസ്. എന്തൊക്കെയാണ് മെമ്മറിയിലേക്ക് വരുന്നത്? ഇതാണ് ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിയേ മെമ്മറി ആദ്യം ഔട്ട്പുട്ട് ലൈൻ എന്ന് പറഞ്ഞു നോക്കാം. മെമ്മറിയിൽ നമുക്ക് എന്താ കിട്ടുക? മെമ്മറിയിൽ നിന്ന് നമുക്ക് ആകെ എന്താ കിട്ടുക? നമുക്ക് ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ, വേറൊന്നും മെമ്മറിയിൽ നിന്ന് കിട്ടൂല. നമ്മൾ നിങ്ങളുടെ മെമ്മറി തന്നെ നോക്കുക. നിങ്ങളുടെ മൊബൈലിനകത്തുള്ള മെമ്മറി കാർഡിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? അതിലുള്ള സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്താണോ അത് നമുക്ക് കിട്ടും. അത് മാത്രമേ ഔട്ട്പുട്ട് ലൈനുള്ളൂ. നമുക്ക് കിട്ടുന്ന മെമ്മറിയിൽ നിന്ന് എപ്പോഴും എന്താ കിട്ടുള്ളൂ? അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ കിട്ടും. അല്ലാതെ മെമ്മറി ആരെയും കൺട്രോൾ ചെയ്യാനൊന്നും പോകുന്നില്ല. മെമ്മറി നമുക്ക് എന്താ തരിക? നമുക്ക് അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ കിട്ടും. അപ്പോൾ മെമ്മറിയുടെ ഔട്ട്പുട്ട് ലൈൻസ് എന്താ? ആ ഒറ്റ സാധനമേ ഉള്ളൂ, ഡാറ്റ. അപ്പോൾ മെമ്മറിയുടെ ഔട്ട്പുട്ട് ലൈൻസ് എന്താ? ഡാറ്റ. അപ്പോൾ ഒരു ഡാറ്റ അല്ല, കുറേ ഡാറ്റ ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് കട്ടിയിൽ വരച്ചത് കേട്ടോ. തിക്നെസ് ഇങ്ങനെ വരയ്ക്കണം, ഒറ്റ ലൈൻ വരച്ചാൽ പോരാ. അപ്പോൾ മെമ്മറിയിൽ നമുക്ക് ഔട്ട്പുട്ടായിട്ട് തരുന്നത്, മെമ്മറിയിൽ നമുക്ക് കിട്ടുന്ന ആകെ ഒരു കാര്യമുള്ളൂ, ഡാറ്റ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഏത് ഡാറ്റ? അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. വി ക്യാൻ ഗെറ്റ് ഡാറ്റ ഓൺലി ഫ്രം മെമ്മറി. അപ്പോൾ ഔട്ട്പുട്ട് ലൈൻ ഓഫ് എ മെമ്മറി യൂണിറ്റ് ഈസ് ഡാറ്റ ഓൺലി. ഓക്കെ, ഇനി മെമ്മറിക്ക് നമുക്ക് എന്തൊക്കെ കൊടുക്കേണ്ടി വരും? മെമ്മറിയിലേക്ക് ഇൻപുട്ട് ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെമ്മറിയിലേക്ക് ഇൻപുട്ട് ലൈൻസ് എന്ന് പറയുന്നത് 2-3 കാര്യങ്ങൾ മെമ്മറിയിലേക്ക് പറയേണ്ടി വരും. ഇപ്പം നമ്മൾ മെമ്മറി എന്ന് പറയുന്ന കോൺസെപ്റ്റ് മാറ്റി നമ്മൾ നോട്ട് ബുക്ക് ആയിക്കോട്ടെ. ഓക്കെ, നോട്ട് ബുക്കിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുള്ളൂ? കിട്ടുന്ന സാധനം എന്താ? അതിലെഴുതിയിരിക്കുന്ന സംഭവങ്ങൾ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എന്താണ്? ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. നോട്ട് ബുക്കിൽ എഴുതിയ സംഭവം മാത്രമാണ് ഡാറ്റ. അല്ല, എഴുതിയ സംഭവത്തിനാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. അപ്പം നോട്ട് ബുക്കിൽ നിന്ന്, ഇത് നോട്ട് ബുക്കാന്ന് വിചാരിക്കും മെമ്മറി. നോട്ട് ബുക്കിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഔട്ട്പുട്ട് ലൈൻസ് എന്ത് വരച്ചു? ഡാറ്റ എന്ന് വന്ന മാത്രം വരച്ചു. ഓക്കെ, ഇനി എന്തൊക്കെ ഇൻപുട്ടായിട്ട് നോട്ട് ബുക്കിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കേണ്ടി വരും? ഒന്നാമത്തെ സാധനം ഡാറ്റ കൊടുക്കണം അല്ലേ? എഴുതാൻ പോകുന്ന സാധനം നോട്ട് ബുക്കിലേക്ക് നമുക്ക് എന്തൊക്കെ എഴുതണം എന്നുള്ളത് നമുക്ക് ആദ്യം കൊടുക്കേണ്ടി വരും അല്ലേ? അഞ്ചാമത്തെ. അപ്പോൾ എന്താണ് എഴുതേണ്ടത്? അപ്പോൾ അതിനാണ് ഡാറ്റ എന്ന് പറയുക. ഡാറ്റ. അപ്പോൾ കൊടുക്കേണ്ട ലൈൻസ് എന്താണ്? ഡാറ്റ കൊടുക്കണം. ഡാറ്റ എന്ന് പറയുന്നത് നോട്ട് ബുക്കിൽ എന്താണ് എഴുതേണ്ടത് അതിനാണ് ഡാറ്റ എന്ന് പറയുക. അപ്പോൾ എഴുതേണ്ട സാധനം കൊടുക്കണം. അപ്പോൾ എഴുതേണ്ട സാധനത്തിനാണ് നമ്മൾ എന്ത് പറയുക? ഡാറ്റ എന്ന് പറയുക. അപ്പോൾ ഇൻപുട്ടായിട്ട് എന്ത് വേണ്ടി വരും? ഡാറ്റ വേണ്ടി വരും. പിന്നെ എന്ത് വേണ്ടി വരും? അഡ്രസ്സ് വേണ്ടി വരില്ലേ? ഏത് പേജിൽ എഴുതണം എന്ന് പറയണ്ടേ? അപ്പോൾ ഏത് പേജിൽ എഴുതണം? അതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 5ാമത്തെ പേജിൽ എഴുതണം. എന്താണ് എഴുതേണ്ടത്? ഇന്ന ഡാറ്റയാണ് എഴുതേണ്ടത് എന്ന് പറയേണ്ടി വരും. ഡാറ്റ വേണം, അഡ്രസ്സ് വേണം. പിന്നെ നോട്ട് ബുക്കിലേക്ക് എഴുതുകയാണോ അതോ വായിക്കുകയാണോ ചെയ്യേണ്ടത് ആദ്യം നോക്കണ്ടേ. അപ്പോൾ അതും കൂടി നോട്ട് ബുക്കിൻ്റെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. അതായത് മെമ്മറിയുടെ ഇൻപുട്ടായിട്ട് കൊടുക്കണം. അപ്പോൾ മെമ്മറിയിൽ എന്താ ചെയ്യാൻ പോകുന്നത്? റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ? 2 കാര്യം നമുക്ക് ചെയ്യാം. മെമ്മറിയിൽ നമുക്ക് റീഡിങ്ങും ചെയ്യാം, റൈറ്റിങ്ങും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ മെമ്മറിയുടെ ഇൻപുട്ട് ലൈൻസാണ്. മെമ്മറിയിൽ എന്തൊക്കെ കൊടുക്കേണ്ടി വരും? ഒരു മെമ്മറി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ 4 കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും. ഒന്നാമത്തത്, മെമ്മറി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് ആദ്യം കൊടുക്കണം. അതിനാണ് എന്താ? റീഡ് ലൈൻ വേണം, റൈറ്റ് ലൈൻ വേണം. മെമ്മറിയിലേക്ക് ഇൻപുട്ടായിട്ട് പോകേണ്ടത് ഒന്നാമത്തത് റീഡ് ലൈൻ അല്ലെങ്കിൽ റൈറ്റ് ലൈൻ. ഈ 2 ലൈൻസ് വേണം. മെമ്മറി എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഈ 2 ലൈനാണ്. ഈ നോട്ട് ബുക്ക് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് ഈ 2 ലൈൻസുകളാണ്. ഈ നോട്ട് ബുക്കിൽ നമുക്ക് റീഡ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതോ ഈ നോട്ട് ബുക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ 2 ലൈൻസാണ്. അപ്പോൾ നോട്ട് ബുക്കിലേക്ക് എഴുതുന്നതിന് മുമ്പേ നമ്മൾ അല്ലെങ്കിൽ വായിക്കുന്നതിന് മുമ്പേ നമ്മൾ ഇത് തീരുമാനിക്കണം. എന്ത്? റീഡിങ് ഓർ റൈറ്റിംഗ്. അപ്പോൾ 2 ഇൻപുട്ട് ലൈൻസ്. അപ്പോൾ ഇൻപുട്ടായിട്ട് എന്ത് പറയണം? റീഡിങ്ങിന് വേണ്ടിയിട്ടാണോ റൈറ്റിങ്ങിന്? അപ്പോൾ ഒരു ലൈന് റീഡ് ലൈന് വേണം, റൈറ്റ് ലൈന് വേണം. അപ്പോൾ 2 സിഗ്നൽ, റീഡ് സിഗ്നൽ, റൈറ്റ് സിഗ്നൽ, പിന്നെ അഡ്രസ്സ്, ഡാറ്റ. ഈ 4 കാര്യങ്ങളാണ് മെമ്മറിക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സാധനം. മെമ്മറി നമുക്ക് കിട്ടുന്ന ഇത് മാത്രമേ കിട്ടുള്ളൂ. കിട്ടുന്ന സാധനം ഡാറ്റ. ഔട്ട്പുട്ട് ലൈൻസ് ഡാറ്റ മാത്രമാണ്. മെമ്മറി നമുക്ക് ഒരു സാധനം മാത്രമേ കിട്ടുള്ളൂ. നോട്ട് ബുക്കിൽ നിന്ന് നമുക്കൊരു സംഭവം സ്റ്റോർ ചെയ്തിരിക്കുന്ന എന്താണോ ആ എഴുതിയിരിക്കുന്ന സാധനം മാത്രമേ നമുക്ക് നോട്ട് ബുക്കിൽ നിന്ന് കിട്ടുള്ളൂ. അതേപോലെ മെമ്മറിയിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? അതിലെന്താണോ സ്റ്റോർ ചെയ്തത് അത് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡാറ്റയെ നമ്മൾ ഔട്ട്പുട്ട് ലൈൻസ് എന്ന് പറയും. ഔട്ട്പുട്ട് ലൈൻസ് ആകെ ഒരു സാധനം മാത്രമേ ഉള്ളൂ.
അതെന്താ ഡാറ്റ. മെമ്മറിയിൽ നമുക്ക് ഡാറ്റ മാത്രമേ കിട്ടുള്ളൂ. പക്ഷെ മെമ്മറിയിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കേണ്ടി വരും? മെമ്മറിയിൽ നമുക്ക് മെമ്മറി റീഡ് ചെയ്യണോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണോ എന്ന് ആവശ്യമായ സംഭവങ്ങൾ കൊടുക്കേണ്ടി വരും. പിന്നെ മെമ്മറിയിൽ നിന്ന് എവിടെ നിന്ന് റീഡ് ചെയ്യണം എന്നുള്ള അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. പിന്നെ മെമ്മറിയിൽ എന്താണ് നമ്മൾ റൈറ്റ് ചെയ്യാൻ പോകുന്നത് അത് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡാറ്റ കൊടുക്കണം, അഡ്രസ്സ് കൊടുക്കണം, റീഡ് സിഗ്നൽ കൊടുക്കണം, റൈറ്റ് സിഗ്നൽ കൊടുക്കണം. 4 സിഗ്നലാണ് ഇൻപുട്ട് ലൈൻസ്. ഇപ്പോൾ മെമ്മറിയിൽ കൊടുക്കേണ്ട സിഗ്നൽസ് എന്തൊക്കെയാണ്? 4 സിഗ്നൽസ്: റീഡ്, റൈറ്റ്, അഡ്രസ്സ്, ഡാറ്റ. മെമ്മറിയിൽ നമുക്ക് കിട്ടുന്ന എന്താണ്? ഡാറ്റ ലൈൻസ്. ഓക്കെ, അപ്പോൾ 4. ഇപ്പോൾ ഇത് പഠിക്കുക, ഇത് വരച്ച് പഠിക്കുക. മെമ്മറിയിലുള്ള ഇൻപുട്ട് ലൈൻസ് 4 എണ്ണം, ഔട്ട്പുട്ട് ലൈന് 1. ക്ലിയർ ആയില്ലേ? ഇതൊക്കെ കുറച്ചും കൂടി നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ ഇത് ഇൻട്രാക്ഷൻ ഇല്ലാത്തതുകൊണ്ടും പിന്നെ നമുക്ക് ബോർഡ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടൊക്കെ ആണ് കുറേ നിങ്ങൾക്ക് ഡൗട്ട്. നമുക്ക് തുറന്നു കഴിഞ്ഞിട്ട് ക്ലിയർ ആക്കാം. ഇതൊക്കെ ഞാൻ ക്ലിയർ ആക്കി തരും. നിങ്ങളുടെ കോപ്പറേഷൻ നല്ലോണം വേണം, എന്നാലേ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. കാരണം നമുക്ക് നേരിട്ട് പറയുന്ന പോലെയല്ല, ഇതൊക്കെ വളരെ വൃത്തിയായിട്ട് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ നമുക്ക് ബോർഡ് വെച്ച് പഠിപ്പിക്കാമായിരുന്നു. പക്ഷെ നേരിട്ടാണെങ്കിൽ ഇത് വേറെ നമുക്ക് കാലത്ത് വേറെ ഒന്നും പറ്റാത്തതുകൊണ്ട് ഇത്രയെങ്കിലും നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ മെമ്മറിയുടെ ഇന്റർകണക്ഷൻ സ്ട്രക്ചർ വരച്ചു കഴിഞ്ഞു അല്ലേ? മെമ്മറിയിൽ 4 ഇൻപുട്ട് സിഗ്നൽസ് ആണുള്ളത്, ഒരു ഔട്ട്പുട്ട് സിഗ്നലാണുള്ളത്. ഓക്കെ, 4 ലൈൻസ് ഏതൊക്കെയാണ്? റീഡ്, റൈറ്റ്, അഡ്രസ്, ഡാറ്റ. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി, ഇതൊന്നും വൈകാട്ട് പഠിക്കേണ്ട. എന്ത് ചെയ്താൽ മതി? മെമ്മറി എന്ന് പറയുന്നത് അതിന് എന്തൊക്കെ കൊടുക്കേണ്ടി വരും? മെമ്മറി എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്യാനാണ് അല്ലേ? ഡാറ്റ സ്റ്റോർ ചെയ്യാനാണ്. അപ്പോൾ ഡാറ്റയ്ക്ക് വേണ്ടി ഒരു ലൈന് വേണ്ടി വരും. ഇനി എവിടെ സ്റ്റോർ ചെയ്യണം എന്നൊക്കെ പറയാൻ വേണ്ടി ഒരു ലൈന് വേണ്ടി വരില്ലേ? അതാണ് എന്താ അഡ്രസ്സ്. അപ്പോൾ അഡ്രസ്സിന് ലൈന് വേണ്ടി വരും. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാനാണോ അല്ലെങ്കിൽ റീഡ് ചെയ്യാനാണോ എന്ന് വേണ്ടി പറയേണ്ടി വരില്ലേ? അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടി 2 ലൈൻസുകൾ. സ്റ്റോർ ചെയ്യാൻ വേണ്ടി, അതായത് സ്റ്റോർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? റൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലൈന്, റീഡ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടി വേറെ ലൈൻ. ഓക്കെ, ഇതാണ് മെമ്മറിയുടെ ഇന്റർകണക്ഷൻ സ്ട്രക്ചർ. ഇനി നമുക്ക് CPU നോക്കാം. CPU നോക്കി കഴിഞ്ഞിട്ട് അടുത്ത പറയാം. CPU നോക്കിയാൽ CPU എന്ന് പറയുന്നത് എന്താ? എല്ലാ ഡാറ്റയും കമ്പ്യൂട്ടറിനകത്തുള്ള ബ്രെയിൻ ആണ് എന്ത്? CPU. പ്രോസസ് ചെയ്യുന്ന യൂണിറ്റ് ആണ്, പ്രോസസ് ചെയ്യാം അല്ലേ? അപ്പോൾ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് വേണ്ടി വരും? ഇപ്പോൾ 5, 6 എന്ന് പറയുന്ന 2 നമ്പർ ആഡ് ചെയ്യുന്ന ആരാണ്? CPU ആണ് ആഡ് ചെയ്യുക. CPUവിനകത്തുള്ള ALU എന്ന് പറയുന്ന യൂണിറ്റ് ആണല്ലോ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന ആളാരാണ്? CPU ആണ് അല്ലേ? എല്ലാ ഇൻസ്ട്രക്ഷനെ എക്സിക്യൂട്ട് ചെയ്യുന്ന CPU ആണ്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടാൻ വേണ്ടി ഒരു ലൈൻ വേണ്ടേ? ഒരു ലൈൻ അല്ല, കുറേ ലൈൻസ് വേണം. അപ്പോൾ അതിനാണ് എന്ത് പറയുന്നത്? ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഒന്ന് ഇതൊക്കെ വാങ്ങണം അല്ലേ? ആഡ്, മള്ള്, സബ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇത് എന്തൊക്കെ ഇൻസ്ട്രക്ഷൻ ആണോ ചെയ്യേണ്ടത് അത് ഈ ലൈൻ വഴി വരണം. ഒരു ലൈൻ വഴി വരണം അല്ലേ? ആ ലൈനാണ് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ലൈൻ വേണ്ടത്. അപ്പോൾ CPU നമുക്ക് എന്തൊക്കെ കൊടുക്കണം? CPU ആണ് എല്ലാ എക്സിക്യൂഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എക്സിക്യൂഷൻ ചെയ്യണമെങ്കിൽ CPU എന്ത് കിട്ടണം? ഇൻസ്ട്രക്ഷൻ കിട്ടണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ കിട്ടണമെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്ന ലൈൻ വേണം. ഇൻസ്ട്രക്ഷൻ ബസ് എന്നാണ് ഇതിനെ പറയട്ടെ. കുറേ ലൈൻസിന് പറയുന്നത് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പഠിക്കാനുണ്ട്. അപ്പോൾ CPUവിന് ഇൻസ്ട്രക്ഷൻസ് കിട്ടാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻസിന് കുറേ ലൈൻസ് വേണം. ഇനി ഇൻസ്ട്രക്ഷൻ മാത്രം മതിയോ? ഡാറ്റ വേണ്ടേ? ഇപ്പം ആഡ് 5,6 എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ ചെയ്യണം. ആഡ് എന്നുള്ളതാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ. 5,6 എന്നുള്ളതാണ് എന്ത്? ഡാറ്റ അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? 5ഉം 6ഉം ആഡ് ചെയ്യണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഇൻസ്ട്രക്ഷൻ വരാൻ വേണ്ടി ഒരു ലൈന്, അതിനാണ് ഇത് പറയുക ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുന്ന ഒരു ലൈന്. പിന്നെ ഡാറ്റ വരാൻ വേണ്ടി വേറൊരു ലൈന് വേണ്ടി വരും. ഡാറ്റ എന്ന് പറയുന്നത് എന്താ? 5, 6 അല്ലെങ്കിൽ AB അങ്ങനെയുള്ള ഡാറ്റകളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ഒരു ഡാറ്റ ലൈന്. അപ്പോൾ ഇൻസ്ട്രക്ഷൻസിന് വേണ്ടി ഒരു ലൈന്, ഡാറ്റയ്ക്ക് വേണ്ടി ഒരു ലൈന്, പിന്നെന്ത് വേണം? പിന്നെ ഒരു സംഭവമാണ് ഇൻറ്ററപ്റ്റ്. അത് നമുക്ക് പിന്നെ പറയാം, ഡിസ്കസ് ചെയ്യാം. അത് നിങ്ങൾ ഇപ്പം അത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇൻറ്ററപ്റ്റ് കിട്ടാൻ വേണ്ടി ഒരു ലൈൻ. ഇൻറ്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്താമെന്നാണ് ഇൻറ്ററപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്ററപ്റ്റ് നടത്താൻ വേണ്ടി ഒരു ലൈൻ. ഈ 3 സംഭവങ്ങളെ, 3 ലൈൻസുകളെ CPUവിന് ആവശ്യമുള്ളൂ. CPUവിൻ്റെ ഇൻപുട്ട് ലൈൻസ് CPU റിസീവ് ചെയ്യുള്ളൂ. അപ്പോൾ CPUവിൻ്റെ ഇൻപുട്ട് ലൈൻസ് ആണ് ഈ പറഞ്ഞത്. ഇൻപുട്ട് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് എന്ത്? ഇൻപുട്ട് ലൈൻസ്. വാട്ട് ആർ ദ സിഗ്നൽ വി വാണ്ട് ടു ഗിവ്? എന്തൊക്കെ സിഗ്നൽ കൊടുക്കണം? അതിനാണ് എന്ത് പറയുക? ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുക. അപ്പോൾ CPUവിനകത്ത് നമുക്ക് ആലോചിച്ചാൽ അറിയാം, CPU എന്ന് പറയുന്നത് എന്താണ്? എല്ലാ എക്സിക്യൂഷൻ ചെയ്യുന്നതാണ്. അപ്പോൾ എക്സിക്യൂഷനൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇൻസ്ട്രക്ഷൻ വേണം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ വരാൻ വേണ്ടി ഒരു ലൈൻ വേണം. ഓക്കെ, ഇനി ഇൻസ്ട്രക്ഷൻ മാത്രം പോരാ, ഡാറ്റയും വേണം അല്ലേ? അപ്പോൾ ഡാറ്റ വരാൻ വേണ്ടി ഒരു ലൈൻ വേണം. ഇത് രണ്ടും നമുക്ക് നോർമലി കിട്ടുന്നതാണ്. ഇൻസ്ട്രക്ഷനും വേണ്ടിയും ഡാറ്റയ്ക്ക് വേണ്ടി ഓരോ ലൈൻസ് വേണം. പിന്നെന്താ വേണ്ടത്? പിന്നെ പുതിയൊരു കൺസെപ്റ്റാണ് ഇൻറ്ററപ്റ്റ് വരാൻ വേണ്ടി ഒരു ലൈൻ വേണം. ഇൻറ്ററപ്റ്റ് നമുക്ക് പിന്നെ കൺസെപ്റ്റ് പറയാം. അതിപ്പോൾ തൽക്കാലം നിങ്ങൾ ഇൻറ്ററപ്റ്റ് വരാൻ വേണ്ടി ഒരു ലൈൻ വേണം എന്ന് മാത്രം പഠിച്ചാൽ മതി. ഇൻറ്ററപ്റ്റ് വരാൻ വേണ്ടി ഒരു ലൈൻ വേണം. ഓക്കെ,
അപ്പം ഇത്രയാണ് സി പി യുവിൻ്റെ ഇൻപുട്ട് ലൈൻസ്. ഇത്രയാണ് സി പി യുവിൻ്റെ ഇൻപുട്ട് ലൈൻസ്. ഓക്കെ, ഇനിയുള്ളത് ഔട്ട്പുട്ട് ലൈൻസ്. ഔട്ട്പുട്ട് ലൈൻസ് എന്തായിരിക്കും? സി പി യുവിന് ഇതൊക്കെ കിട്ടി, ഇൻസ്ട്രക്ഷൻ കിട്ടി, ഡാറ്റ കിട്ടി. ഇപ്പോൾ ഇൻസ്ട്രക്ഷനും ഡാറ്റയും കൂടി ആഡ് ചെയ്തു. ഇപ്പോൾ ആഡ് 5,6 എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് കിട്ടിയതെങ്കിൽ ഇപ്പോൾ 5, 6 കൂടി ആഡ് ചെയ്തു 11 കിട്ടി. 11 കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തേക്ക് കൊടുക്കണ്ടേ? പുറത്തേക്ക് കൊടുക്കണമെങ്കിൽ ഒരു ലൈൻ വേണ്ടേ? അതേതാ? ഡാറ്റ ലൈൻസ്. എന്താ ഡാറ്റ ലൈൻസ് ഉണ്ടല്ലേ? ഡാറ്റ ലൈൻസ് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടി ഡാറ്റ ലൈൻസ്. റിസൾട്ടൊക്കെ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഡാറ്റ ലൈൻ അല്ലേ? ഒരു ലൈൻ വഴിയാണ് പോവുക. അപ്പോൾ ഡാറ്റ ലൈൻ വേണം. ഡാറ്റ ലൈൻ മാത്രം മതിയോ? അഡ്രസ് ലൈനും കൂടി വേണ്ടേ? കാരണം ഇത് എവിടെ കൊടുക്കണം? മോണിറ്ററിലാണോ കൊടുക്കേണ്ടത്, അല്ല പ്രിന്ററിലാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പീക്കറിലാണോ കൊടുക്കേണ്ടത്? അപ്പോൾ അതിനാണ് എന്താ പറയുക? അഡ്രസ് ലൈൻസ്. എവിടെയെന്ന് പറയുന്നതിനാണ് അഡ്രസ് എന്ന് പറയാം. മെമ്മറിയിൽ അഡ്രസ് അല്ലേ? ചിലപ്പോൾ മെമ്മറിയിലായിരിക്കും, ചിലപ്പോൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് അഡ്രസ്. എവിടെ കൊടുക്കണം എന്ന് പറയേണ്ടി വരും. അതിനാണ് എന്താ പറയുക? അഡ്രസ് എന്ന് പറയുക. അപ്പോൾ അഡ്രസ് വേണം, അഡ്രസ് ലൈൻസ് വേണം, ഡാറ്റ ലൈൻസ് വേണം സി പി യുവിന്. പിന്നെന്ത് വേണം? പിന്നെ സി പി യുവിനകത്തുള്ള കൺട്രോൾ യൂണിറ്റ് അല്ലേ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത്? സി പി യുവിനകത്തുള്ള കൺട്രോൾ യൂണിറ്റ് ആണ് എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ കൺട്രോൾ സിഗ്നൽ പോകാൻ വേണ്ടി ഒരു ലൈൻ വേണ്ടേ? അപ്പോൾ കൺട്രോൾ സിഗ്നലിന് വേണ്ടിയിട്ട് ലൈനാണ് കൺട്രോൾ സിഗ്നൽസ് എന്ന് പറഞ്ഞ ഒരു ലൈൻ. അപ്പോൾ ഈ 3 കാര്യങ്ങളെ സി പി യു കൊടുക്കുന്നുള്ളൂ. നമ്മുടെ മൈക്രോ പ്രോസസർ അല്ലെങ്കിൽ സി പി യു എന്ന് പറയുന്ന സംഭവം ഈ 3 കാര്യങ്ങളെ കൊടുക്കുന്നുള്ളൂ, 3 കാര്യങ്ങളെ വാങ്ങുന്നുള്ളൂ. സി പി യു ഇൻസ്ട്രക്ഷൻ എടുക്കും, ഡാറ്റ എടുക്കും, അതിന് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടും. റിസൾട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ലൈന്, റിസൾട്ട് പുറത്തേക്ക് പോകാൻ വേണ്ടി, ഇതാണ് ഡാറ്റ എന്ന് പറഞ്ഞ ലൈൻ. എവിടേക്ക് പോകണമെന്ന് പറയണമല്ല, ഡാറ്റ വെറുതെ പുറത്തേക്ക് എവിടെയെങ്കിലും പോയാൽ പറയല്ലോ. അപ്പോൾ മോണിറ്ററിൽ കാണിക്കാനാണെങ്കിൽ മോണിറ്ററിൻ്റെ അഡ്രസ്സ് കൊടുക്കും, അഡ്രസ്സിനകത്ത് മോണിറ്റർ എന്ന് എഴുതും. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താ? ഡാറ്റ പോകേണ്ടത് മോണിറ്ററിലേക്കാണ്. ഇനി അഡ്രസ്സിനകത്ത് പ്രിൻ്റർ എന്ന് എഴുതിയിട്ടാണ് ഡാറ്റ പോകുന്നതെങ്കിൽ റിസൾട്ട് പ്രിൻ്ററിലേക്ക് പോകേണ്ടി വരും. ഓക്കെ, ചിലപ്പോൾ അഡ്രസ്സ് ആയിരിക്കും, ചിലപ്പോൾ മെമ്മറിയുടെ അഡ്രസ്സ് ആണെങ്കിൽ 500 എന്ന് പറയുന്ന അഡ്രസ്സിലേക്കായിരിക്കും ഡാറ്റ പോകുന്നത്. അപ്പം എവിടെ പോകണമെന്ന് പറയാൻ വേണ്ടി ഒരു ലൈന് വേണം. പിന്നെ കിട്ടുന്ന റിസൾട്ട് പുറത്ത് പോകാൻ വേണ്ടി ഒരു ലൈന് വേണം. പിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വേണ്ടേ? മറ്റുള്ള എല്ലാ യൂണിറ്റുകളെയും കൺട്രോൾ ചെയ്യണ്ടേ? അപ്പോൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു ലൈൻ വേണം. ഇതൊക്കെയാണ് സി പി യുവിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി? 2 യൂണിറ്റ് ക്ലിയർ ആയോ? അപ്പോൾ ഇത് രണ്ടും വരച്ച് പഠിക്കാം. മെമ്മറിക്ക് എന്തൊക്കെയായിരുന്നുള്ളത്? മെമ്മറിയുടെ ഇൻപുട്ട് ലൈൻസ് ഏതൊക്കെയാ? റീഡ് ലൈന്, റൈറ്റ് ലൈന്, അഡ്രസ് ലൈന്, ഡാറ്റ ലൈൻ. മെമ്മറിയുടെ ഔട്ട്പുട്ട് ലൈന് ഡാറ്റ മാത്രമേ മെമ്മറിയിൽ നിന്ന് കിട്ടുള്ളൂ. ഓക്കെ, ഇനി സി പി യുവിൻ്റെ ഇൻപുട്ട് ലൈൻസ് ഏതൊക്കെയാണ്? സി പി യുവിൻ്റെ ഇൻപുട്ട് ലൈൻസ് ഡാറ്റ ലൈന്, ഇൻസ്ട്രക്ഷൻസ്, പിന്നെ ഇൻറ്ററപ്റ്റ് കേട്ടോ. ഇൻറ്ററപ്റ്റ് സിഗ്നൽ എന്ന് പറയും, ഇൻറ്ററപ്റ്റ്. പിന്നെ നമുക്ക് സി പി യുന്ന് എന്താ കിട്ടുക? സി പി യു നമുക്ക് കിട്ടുന്നത് എന്താണ്? കൺട്രോൾ ചെയ്യാൻ വേണ്ടി വരും അല്ലേ? എല്ലാവരെയും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രോൾ സിഗ്നൽ കിട്ടും സി പി യുവിൽ നിന്ന്. പിന്നെ ഡാറ്റ കിട്ടും. ഡാറ്റ എന്ന് പറഞ്ഞാൽ റിസൾട്ട്. സി പി യു വർക്ക് ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കിട്ടണമല്ലോ. അപ്പോൾ റിസൾട്ട് കിട്ടാൻ വേണ്ടി ഡാറ്റ വേണ്ടി വരും. പിന്നെ അഡ്രസ്സ് വേണം. എവിടേക്കാണ് റിസൾട്ട്, എവിടേക്കാണ് പോകേണ്ടതെന്നുള്ള അഡ്രസ്സ് മതി. ഇതാണ് സി പി യുവിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ്. ഓക്കെ, ഇത് രണ്ടും വരച്ച് പഠിക്കാം. ഇനി അടുത്തായി IO യൂണിറ്റ്, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കീബോർഡ് ഓർമ്മിച്ചാൽ മതി. നിങ്ങളുടെ മനസ്സിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുമ്പോൾ കീബോർഡോ മോണിറ്ററോ നിങ്ങൾക്ക് ഓർമ്മിച്ച് വെച്ചാൽ മതി. ഇൻപുട്ട് യൂണിറ്റ് ആണ് ഈ കീബോർഡ്, ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് മോണിറ്റർ അല്ലേ? അപ്പോൾ അതിന് കോമൺ ആയിട്ട് പറയാം. ഒന്നാമത്തത് എന്തൊക്കെ വേണ്ടി വരും ഒരു കീബോർഡിൽ? കീബോർഡ് ആണെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഒരു കീബോർഡ് ആണെന്ന് വിചാരിച്ചോ, കീബോർഡും മോണിറ്ററും കൂടിയുള്ള ഒരു യൂണിറ്റ് ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിന് ആദ്യം എന്ത് പറയേണ്ടി വരും? ഇത് നമ്മൾ റീഡിംഗ് ആണോ റൈറ്റിംഗ് ആണോ നടത്താൻ പോകുന്നതെന്ന് പറയണ്ടേ? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് അല്ലേ? അതുകൊണ്ട് റീഡ് ചെയ്യണോ അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണോ എന്ന് പറയണം. ഇപ്പോൾ ഇൻപുട്ടിങ്ങിനാണോ നമ്മൾ ഉപയോഗിക്കുന്നത്, ഔട്ട്പുട്ടിങ്ങിനാണോ ഉപയോഗിക്കുന്നത് ആദ്യം പറയണം അല്ലേ? ഇത് രണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന യൂണിറ്റാണ് നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 2 യൂണിറ്റിനും കൂടിയിട്ടാണ് നമ്മൾ IO യൂണിറ്റ് എന്ന് പറയുന്നത് ഒരുമിച്ച്. അതുകൊണ്ടാണ് ഇത് റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് പറയണം. പിന്നെ ഒന്ന് എന്താണ്? അഡ്രസ് അല്ലേ? എവിടേക്കാണ് നമ്മൾ ഇത് റൈറ്റ് ചെയ്യുന്നത്? റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഉപയോഗിക്കാമല്ലോ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. അപ്പോൾ എവിടേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്? അതാണ് അഡ്രസ് എന്ന് പറയുന്നത്. ഇനി ഡാറ്റ, അഡ്രസ്സും ഡാറ്റയും റീഡും റൈറ്റേ ഉള്ളൂ കേട്ടോ ഇതിനകത്ത്. അപ്പം എവിടേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത് എന്ന് പറയണം. മോണിറ്ററിലാണോ അല്ലെങ്കിൽ എവിടെ പ്രിൻ്ററിലാണോ എന്നുള്ള സംഭവങ്ങൾ. പിന്നെ ഇന്റേണൽ ഡാറ്റയുണ്ട്, എക്സ്റ്റേണൽ ഡാറ്റയുണ്ട്. ഇന്റേണൽ ഡാറ്റയുണ്ട്, എക്സ്റ്റേണൽ, 2 ഡാറ്റ ഉപയോഗിക്കും. ഡാറ്റ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. കാരണം ഈ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ചിലപ്പം കീബോർഡാന്ന് ചോദിച്ചാൽ, കീബോർഡ് എന്ന് പറയുന്ന യൂണിറ്റ് ആരാ ഡാറ്റ കൊടുക്കുക?
കീബോർഡിലേക്ക് ഡാറ്റ ആരാ എൻ്റർ ചെയ്യുക? മോണിറ്റർ ആണോ? അല്ല, CPU ആണോ? അല്ലല്ലോ. ഡാറ്റ എൻ്റർ ചെയ്യുന്ന ആൾ നമ്മളല്ലേ. ഡാറ്റ എൻ്റർ ചെയ്യുന്ന ആൾ നമ്മളായതുകൊണ്ട് അതിനെന്ത് പറയും? എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയും. അപ്പോൾ ചില സമയത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഡാറ്റ കൊടുക്കേണ്ടി വരും. ചില സമയത്ത് പിന്നെ മോണിറ്ററാന്ന് വിചാരിച്ചാൽ മോണിറ്ററിലേക്ക് ആരാ ഡാറ്റ കൊടുക്കുക? നമ്മളാണോ? നമ്മൾ പ്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സിനിമയൊക്കെ പ്ലേ ചെയ്യാനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രോഗ്രാം കൊടുക്കുകയെന്ന് വിചാരിച്ചാൽ 5, 6 എന്ന് പറഞ്ഞ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം കൊടുക്കുകയാണെങ്കിൽ റിസൾട്ട് കാണുന്ന മോണിറ്ററിലാണ്. നമ്മളാണോ റിസൾട്ട് കൊടുക്കുന്നത്? അല്ലല്ലോ, CPU അല്ലേ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഡാറ്റയ്ക്ക് പറയുന്ന പേര് ഇന്റേണൽ ഡാറ്റ. കമ്പ്യൂട്ടറിനകത്ത് നിന്ന് തന്നെ ഡാറ്റ പോകുന്നതിന് നമ്മൾ ഇന്റേണൽ ഡാറ്റ എന്ന് പറയും. നമ്മൾ കൊടുക്കുന്ന ഡാറ്റേനെ നമ്മൾ എക്സ്റ്റേണൽ ഡാറ്റ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ 2 ഡാറ്റ കൊടുക്കാൻ വേണ്ടി സ്ഥലം വേണം. ഓക്കെ, അപ്പോൾ IO യൂണിറ്റ് എന്ന് പറയുന്നത് ഒന്ന് റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ വേണ്ടി 2 ലൈൻസ്, പിന്നെ അഡ്രസ്സും ഡാറ്റയേ ഉള്ളൂ. അഡ്രസ്സും ഡാറ്റയും എവിടേക്കാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകേണ്ടതെന്നുള്ളതാണ് അഡ്രസ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഡാറ്റ എന്ന് പറയുന്നത് 2 ഡാറ്റ ഉണ്ട്, 2 ടൈപ്പ് ഡാറ്റ ഉണ്ട്. ഒന്ന് ഇന്റേണൽ ഡാറ്റ ഉണ്ട്, എക്സ്റ്റേണൽ ഡാറ്റ ഉണ്ട്. ഡാറ്റ എന്ന് വിചാരിക്കുക, ഡാറ്റേനെ 2 ആയിട്ട് അങ്ങ് എഴുതിയാൽ മതി. ഇന്റേണൽ ഡാറ്റ, എക്സ്റ്റേണൽ ഡാറ്റ. ഇതാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഇൻപുട്ട് ലൈൻസ്. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് നമുക്ക് എന്തൊക്കെ കിട്ടും? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിൽ നിന്ന് നമുക്ക് ഡാറ്റ കിട്ടും അല്ലേ. മോണിറ്റർ വിചാരിക്കും. മോണിറ്റർ ആണെങ്കിൽ എന്താണ്? മോണിറ്ററിൽ നമുക്ക് ഡാറ്റ കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഡാറ്റയ്ക്ക് വേണ്ടി ഒരു ഇന്റേണൽ ഡാറ്റയ്ക്ക് വേണ്ടി, എക്സ്റ്റേണൽ ഡാറ്റയ്ക്ക് വേണ്ടി നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണ്ടി വരും. ഇന്റേണൽ ഡാറ്റ നമുക്ക് റീഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഡാറ്റ വേണ്ടി വരും. ഓക്കെ, പിന്നെ ഉള്ളതാണ് ഇന്ററപ്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇന്ററപ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇന്ററപ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ്. ഇത് ഇന്റേണൽ ഡാറ്റ, എക്സ്റ്റേണൽ ഡാറ്റ, പിന്നെ ഇന്ററപ്റ്റ്. ഇപ്പോൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്ന സിഗ്നൽ ഇവിടെ നിന്നാണ് വരുന്നത്. ഇത് ഇവിടെ നിന്നിട്ട് എവിടേക്കാണ് പോകുന്നത്? നമ്മൾ നേരത്തെ ഇത് വന്നിട്ട് ഇതിലേക്ക് ഇന്ററപ്റ്റ് എവിടെ? അപ്പോൾ ഇന്ററപ്റ്റ് ഉണ്ടാക്കുന്ന യൂണിറ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഇന്ററപ്റ്റ് റിസീവ് ചെയ്യുന്ന യൂണിറ്റ് CPU ആണ്. കണ്ടല്ലേ, CPUവിന്റെ ഇൻപുട്ട് യൂണിറ്റ് അല്ലേ. CPUവിന്റെ ഇൻപുട്ട് ലൈനാണ് എന്ത്? ഇന്ററപ്റ്റ്. ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഔട്ട്പുട്ട് ലൈനാണ് ഇന്ററപ്റ്റ്. ഇന്ററപ്റ്റ് ചെയ്യുന്നത് ആരാണ്? തടസ്സപ്പെടുത്തുന്ന ആരാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് തടസ്സപ്പെടുത്തുന്ന ആള്. ആരെയാണ് തടസ്സപ്പെടുത്തുന്നത്? CPUവിനാണ് തടസ്സപ്പെടുത്തുന്നത്. അപ്പോൾ ഇന്ററപ്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഇന്ററപ്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യം ചെയ്യാനും CPUവിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയുന്ന കീബോർഡ് ആവാം, മൗസ് ആവാം, മോണിറ്റർ ആവാം, പ്രിന്റർ ആവാം. നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് അതിനൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയാം. ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് വർക്ക് ചെയ്യണമെങ്കിൽ ആരുടെ സഹായം വേണം? CPUവിന്റെ ഹെൽപ്പ് വേണം. ഓക്കെ, അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ യൂണിറ്റിന് ഇറ്റ് നീഡ്സ് ദ ഹെൽപ്പ് ഓഫ് CPU ഫോർ ഇറ്റ്സ് പ്രോസസർ ഫോർ ഇറ്റ്സ് വർക്കിംഗ്. ഓക്കെ, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് നീഡ് ദ ഹെൽപ്പ് ഓഫ് CPU for its working. Okay, for that the input output unit send an interrupt signal to the CPU. ആ ഹെൽപ്പ് ആവശ്യമാണെങ്കിൽ, നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന് എന്തെങ്കിലും സാധനം ആവശ്യമാണെങ്കിൽ അത് അയക്കുന്ന സിഗ്നലാണ് എന്ത്? ഇന്ററപ്റ്റ് സിഗ്നൽ. എനിക്കിപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അത് അയക്കുന്ന സിഗ്നലിന് പറയുന്ന പേരാണ് ഇന്ററപ്റ്റ് സിഗ്നൽ. അപ്പോൾ ഇന്ററപ്റ്റ് സിഗ്നൽ കൊടുക്കുന്നത് ആരാണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ്. ഇന്ററപ്റ്റ് സിഗ്നൽ വാങ്ങുന്ന ആരാണ്? CPU ആണ് വാങ്ങുക എന്ന് പറഞ്ഞാൽ ഇൻപുട്ട്, കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് അല്ലേ. അപ്പോൾ ഇന്ററപ്റ്റ് സിഗ്നൽ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിന്റെ ഒരു ഔട്ട്പുട്ട് സിഗ്നൽ ആണെന്ത്? ഇന്ററപ്റ്റ് സിഗ്നൽ. CPUവിന്റെ ഒരു ഇൻപുട്ട് സിഗ്നൽ ആണെന്ത്? ഇന്ററപ്റ്റ് സിഗ്നൽ. അപ്പോൾ ഇതിലെയാണ് വരുന്നത്. ഓക്കെ, ഇത് മൂന്നും വരയ്ക്കുക, പഠിച്ചു വെക്കുക. അപ്പോൾ ഇത് മൂന്നും വരച്ചാൽ മതി. ഈ ഇന്റർകണക്ഷൻ സ്ട്രക്ചർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മൂന്നും വരയ്ക്കുക. ഇത് ഓരോന്നിനും എന്തൊക്കെയാണ്, ഓരോ യൂണിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരയ്ക്കുക. അതിന്റെ ഇൻപുട്ട് ലൈൻസ് എന്തൊക്കെയാണ്, ഔട്ട്പുട്ട് ലൈൻസ് എന്തൊക്കെയാണെന്ന് പറയാം. എന്നിട്ട് ആദ്യം എന്ത് പറയണം? ഇന്റർകണക്ഷൻ സ്ട്രക്ചർ എന്താണെന്ന് പറയണം. എന്താണ് ഇന്റർകണക്ഷൻ സ്ട്രക്ചർ? 3 യൂണിറ്റുകളുണ്ട്. ഈ 3 യൂണിറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്തിന്റെ കളക്ഷൻ ആണ് എന്ത്? ദ കളക്ഷൻ ഓഫ് പാത്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു കണക്ട് ദ 3 യൂണിറ്റ്സ് ഈസ് കോൾഡ് ഇന്റർകണക്ഷൻ സ്ട്രക്ചർ. ഓക്കെ, അതാണ് പറയാൻ. ക്ലിയർ? ഇത് വരച്ച് വെക്കണം കേട്ടോ. ഇതാണ് നേരത്തെ പറഞ്ഞ സംഭവമാണ്. മെമ്മറി യൂണിറ്റിന്റെ ഇൻപുട്ട് ലൈൻസ് ഇതൊക്കെയാണ്. മെമ്മറി യൂണിറ്റിന്റെ ഔട്ട്പുട്ട് ലൈൻസ് ഇതൊക്കെയാണ്. റീഡ്, റൈറ്റ്, അഡ്രസ്, ഡാറ്റ.
അതിൻ്റെ ഔട്ട്പുട്ട് ലൈൻസ് ഡാറ്റ മാത്രമേ ഉള്ളൂ. സി പി യു 3 കാര്യങ്ങളാണ് ഇൻപുട്ടും 3 കാര്യങ്ങളാണ് ഔട്ട്പുട്ടും ഉണ്ടാവുക. ഇപ്പോൾ സി പി യുവിൻ്റെ ഇൻസ്ട്രക്ഷൻ അത് റീഡ് ചെയ്യും, ഡാറ്റ റീഡ് ചെയ്യും, ഇൻറ്ററപ്റ്റ് റീഡ് ചെയ്യും. ഇനി സി പി യു എന്തൊക്കെ കിട്ടും? നമുക്ക് ഡാറ്റ റിസൾട്ട് കിട്ടും, കൺട്രോൾ സിഗ്നൽ കിട്ടും. ഇനി ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഇൻപുട്ട് ലൈൻസ് റീഡ് ചെയ്യണോ എന്ന് പറയേണ്ടി വരും, ചിലപ്പോൾ റൈറ്റ് ചെയ്യണമെന്ന് പറയേണ്ടി വരും. പിന്നെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡാറ്റ വേണം. പിന്നെ അഡ്രസ്, എവിടേക്കാണ് റീഡ് ചെയ്യേണ്ടത് അല്ലെ എവിടേക്കാണ് റൈറ്റ് ചെയ്യേണ്ടത് പറയേണ്ടി വരും. ഓക്കെ, ഔട്ട്പുട്ട് ലൈൻസ് എന്തൊക്കെയാണ്? ഔട്ട്പുട്ട് ലൈൻസ് ഒന്ന് ഇൻറ്ററപ്റ്റാണ്, നമ്മൾ പറഞ്ഞു ഇൻറ്ററപ്റ്റ് ആണ്, ഒന്ന് ഡാറ്റയാണ്. നെക്സ്റ്റ് വൺ ഈസ്, അടുത്ത ക്ലിയർ ആയിട്ട് പറയാനുള്ളത് ഒന്ന് ബസ് ഇന്റർകണക്ഷൻ. അടുത്ത ടോപ്പിക്കാണ് ബസ് ഇന്റർകണക്ഷൻ. ഈ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ് നമ്മൾ പോകുന്ന ബസ്സല്ല, പോകുന്ന ബസ്സും എന്തിനാണ് ഉപയോഗിക്കുന്നത്? അത് തന്നെയാണ് അതിൻ്റെ ഒരു കൺസെപ്റ്റ്. നമ്മളിപ്പോൾ ബസ്സിൽ കയറി കൂടെ വരുന്ന ബസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ ഇവിടെ എത്തിക്കാൻ, അല്ലേ? നമ്മളെ വീട്ടിൽ നിന്ന് നമ്മൾ കോളേജിൽ എത്തിക്കാനാണ്, അല്ലെങ്കിൽ നമ്മൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് പിന്നെ ഇറങ്ങേണ്ട സ്ഥലം വരെ എത്തിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ബസ് ഉപയോഗിക്കുക. അതേപോലെ കമ്പ്യൂട്ടറിനകത്തുള്ള വയേഴ്സിന് പറയുന്ന പേരാണ് എന്ത്? ബസ് എന്നുള്ളത്. അപ്പൊ ബസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേഷൻ പാത്താണ്, ഒരു പാത്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, ഇവിടുന്ന് സ്ഥലത്ത് നിന്ന് മറു സ്ഥലത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി. നമ്മൾ എത്തിക്കുന്ന പോലെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഡാറ്റയെ വേറെ സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പാത്താണ് ഇത് ബസ്. ബസ് ഈസ് എ കമ്മ്യൂണിക്കേഷൻ പാത്ത് കണക്ടിങ് 2 or more ഡിവൈസസ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഒന്നിൽ കൂടുതൽ ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ, അവരെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വയേഴ്സ്, പാത്തിന് പറയുന്ന പേരാണ് എന്ത്? ബസ് എന്നുള്ളത്. ഓക്കെ, ഈ ബസ് എന്ന് പറയുന്നത് എന്താ? നിങ്ങളുടെ കേസിലെ ബസ് എന്താണ്? നിങ്ങൾ ഒരാൾക്ക് വേണ്ടി മാത്രമാണോ ബസ് വരുന്നത്? അല്ല, ഷെയറബിൾ അല്ലേ, ഷെയർ ചെയ്യണമെന്നല്ലേ. നിങ്ങൾ കയറും, കുറച്ച് കഴിഞ്ഞാൽ അടുത്ത ഷോപ്പിൽ നിന്ന് വേറൊരാൾ കയറും. ഓക്കെ, അതേപോലെ ഇറ്റ് ഈസ് എ ഷെയർഡ് ട്രാൻസ്മിഷൻ മീഡിയം. ബസ് എന്ന് പറയുന്നത് എന്താ? ഷെയർഡ് ആണ്, ഷെയർ ചെയ്യപ്പെടുന്ന ട്രാൻസ്മിഷൻ മീഡിയ, ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഡാറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ സിഗ്നൽസിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എ ഷെയർഡ് ട്രാൻസ്മിഷൻ മീഡിയം, ഷെയറബിൾ ആണ്. ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ബസ്സിനകത്ത് ഒരു സിഗ്നൽ മാത്രമല്ല പോവുക, എല്ലാ ഡിവൈസിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്നൽസ് പോകും. ഓക്കെ, വൺ ഡിവൈസ് ക്യാൻ ട്രാൻസ്മിറ്റ് സിഗ്നൽ അറ്റ് എ ടൈം. ഒരു ഡിവൈസിന് മാത്രമേ ഒരു സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. വൺ ഡിവൈസ് ക്യാൻ ട്രാൻസ്മിറ്റ് സിഗ്നൽ അറ്റ് എ ടൈം. അപ്പോൾ കീബോർഡ് ഇപ്പോൾ ബസ് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ഡാറ്റ ഇങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വേറൊരാൾക്ക് ഇപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. കീബോർഡിൻ്റെ ഡാറ്റ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിയാൽ മാത്രമേ അടുത്ത ആൾക്ക് ആ ബസ്സിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ബസ് കൺസിസ്റ്റ്സ് ഓഫ്, ബസ് എന്ന് പറയുന്നത് എന്താ? ബസ്സിൽ കുറേ സീറ്റില്ലേ, ഒരാൾക്ക് മാത്രമല്ല പോകാൻ പറ്റുക, കുറേ ആൾക്ക് പോകാൻ പറ്റും. അതുകൊണ്ട് ബസ് കൺസിസ്റ്റ്സ് ഓഫ് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. ഒരൊറ്റ വയറിന് വേണ്ടി പറയുന്ന പേരല്ല ബസ് എന്നുള്ളത്, കുറേ വയേഴ്സിന് പറയുന്ന പേരാണ്, ഒരു കളക്ഷൻ ഓഫ് വയേഴ്സ് ആണ്. ഓക്കെ, ബസ് ഈസ് എ കളക്ഷൻ ഓഫ് വയേഴ്സ്, കളക്ഷൻ ഓഫ് ലൈൻസ്, കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. എ ബസ് കൺസിസ്റ്റ്സ് ഓഫ് മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ ലൈൻസ്. ഇനി ഒരു ബസ്സിനകത്ത് മിനിമം ഒരു 1 മുതൽ 10, പിന്നെ ഒരു 64 വയേഴ്സ് ഉള്ളതുണ്ട്, 16 വയേഴ്സ് ഉള്ളതുണ്ട്, 20 വയേഴ്സ് ഉള്ളത്, അങ്ങനെ കുറേ വയേഴ്സ് ഉള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ വയറിലും, ഒരു വയറിനകത്ത് അതിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാൻ 0 അല്ലെങ്കിൽ 1. അങ്ങനത്തെ 64 വയേഴ്സ് ഉണ്ടെങ്കിൽ എന്താണ്? 64 വയേഴ്സിനും കൂടി നമുക്ക് ഒരു ബസ് എന്ന് പറയാം. ഒരു ബസ്സിൽ 64 വയേഴ്സ് ഉണ്ടാവാം ചിലപ്പോൾ, അല്ലെങ്കിൽ 16 വയേഴ്സ്, 16 വയേഴ്സ് ഉണ്ടാവാം. അപ്പോൾ 16 വയേഴ്സ് ഉള്ള ഒരു ബസ്സാണെങ്കിൽ 16 വയറുകൾ അതിനകത്ത് കൂടെ ഉണ്ട്. ഓരോ വയറിലും ഒന്നുകിൽ 0 അല്ലെങ്കിൽ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, 0 1 മാത്രമേ കമ്പ്യൂട്ടറിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് 64 വയറുണ്ടെങ്കിൽ 64 വയറിൻ്റെ കൂടിയും 0 1 കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഓക്കെ, ഇനി കമ്പ്യൂട്ടർ സിസ്റ്റം അപ്പോൾ ഒരു കമ്പ്യൂട്ടറിനകത്ത് കുറേ ബസ്സുകളുണ്ട്. കമ്പ്യൂട്ടർ ബസ് എന്ന് പറഞ്ഞാൽ ഈ വയേഴ്സിനൊക്കെ കമ്പ്യൂട്ടറിനകത്ത് പറയുന്ന പേരാണ് ബസ് എന്നുള്ളത്. വയേഴ്സിന് കമ്പ്യൂട്ടറിന് പറയുന്ന പേരാണ് ബസ്. ഓക്കെ, എ കമ്പ്യൂട്ടർ സിസ്റ്റം കൺസിസ്റ്റ്സ് ഓഫ് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ബസ്സസ്. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ കുറേ ബസ്സുകൾ ഉണ്ട്, നമ്പർ ഓഫ് ഡിഫറെൻറ്റ്, കുറേ ടൈപ്പ് ബസ്സുകളുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബസ്സാണ് സിസ്റ്റം ബസ് കേട്ടോ. സിസ്റ്റം ബസ് എന്ന് പറയുന്ന സാധനമാണ് സിസ്റ്റം ബസ്. അപ്പോൾ സിസ്റ്റം ബസ് എന്താണ്? നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പഠിച്ച കമ്പ്യൂട്ടറിനകത്തുള്ളത്? CPU, മെമ്മറി ആൻഡ് IO. ഈ 3 യൂണിറ്റുകളെ കമ്പ്യൂട്ടറിനകത്തുള്ള മെയിൻ ഇമ്പോർട്ടൻ്റ് യൂണിറ്റ്സ്. ഓക്കെ, എ സിസ്റ്റം ബസ് ഈസ് എ ബസ് വിച്ച് ആർ യൂസ്ഡ് ടു കണക്ട് ദ മെയിൻ components such as CPU, memory and IO. ഓക്കെ,
ഈ 3 യൂണിറ്റുകളെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബസ്സിനെ പറയുന്ന പേരാണ് സിസ്റ്റം ബസ്. ഇപ്പം മെമ്മറിനെയും പ്രൊസസറിനെയും IOനെയും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ബസ്സിന് പറയുന്ന പേരാണ് സിസ്റ്റം ബസ് എന്നുള്ളത്. എ ബസ് കണക്ട്സ് മെമ്മറി, പ്രൊസസർ ആൻഡ് IO ഈസ് കോൾഡ് സിസ്റ്റം ബസ്. ഇപ്പം ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വയേഴ്സ് ആണ്. അപ്പോൾ വയേഴ്സ് CPU-നെയും അതായത് മൈക്രോ പ്രോസസറിനെയും മെമ്മറിയെയും ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വയറാണ് എന്ത്? സിസ്റ്റം ബസ്. ഒരു വയറല്ല, ഒരു സെറ്റ് ഓഫ് വയേഴ്സ് ആണ് സിസ്റ്റം ബസ്. ഓക്കെ, സിസ്റ്റം ബസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കണ്ടോ, ഇതാണ് ഇതിന്റെ ബസ് സ്ട്രക്ചർ. അടുത്ത ഹെഡിങ് എഴുതാം, ബസ് സ്ട്രക്ചർ. ബസ് സ്ട്രക്ചർ നോക്കിയാൽ ബസ് എന്ന് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ 3 യൂണിറ്റുകളാണ്, CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട്. ഓക്കെ, ഇത് മൂന്നിനെയും താഴെയാണ് 3 ബസ്സുകൾ ഉണ്ടല്ലേ, താഴെയാണ് 3 ബസ്സുകൾ. ഓക്കെ, ഈ 3 ബസ്സുകൾ, ഒരു ബസ് കൺട്രോൾ ബസ്സാണ്, അത് ഞാൻ പറയാം, ബസ്സിന്റെ പേരുകളൊക്കെ പിന്നെ പറയാം. അപ്പോൾ 3 വയേഴ്സ് കണ്ടില്ലേ, 3 വയേഴ്സ്. ഇത് എല്ലാവരുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇതാണ് നമ്മളെ 3 ബസ്സുകളാണ്, 1, 2, 3. ഇത് ബസ്സാണ്, വയേഴ്സ് ആണ്. അപ്പോൾ ഈ വയേഴ്സ് ഈ കൺട്രോൾ ബസ് എന്ന് പറയുന്ന ബസ്സിൽ നിന്ന് CPU-യിലേക്ക് പോകാം, കൺട്രോൾ ബസ്സിൽ നിന്ന് തന്നെ മെമ്മറിയിലേക്ക് പോകാം, കൺട്രോൾ ബസ്സിൽ നിന്ന് തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഇതാണ് ബസ് സ്ട്രക്ചർ. എന്താണെന്ന് ചോദിച്ചാൽ ഇത് വരയ്ക്കണം, ബസ് സ്ട്രക്ചർ. അഡ്രസ് ബസ് ഉണ്ട്, അഡ്രസ് ബസ്സിൽ നിന്ന് CPU-യിലേക്ക് പോകാം, മെമ്മറിയിലേക്ക് പോകാം, ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകാം. ഡാറ്റാ ബസ് ഉണ്ട്, ഡാറ്റാ ബസ്സിൽ നിന്നും CPU-യിലേക്ക്. അപ്പോൾ ഇതെല്ലാവരും തമ്മിൽ കണക്റ്റഡാണ്. അപ്പോൾ CPU-യിൽ നിന്നൊരു ഡാറ്റ ഇവിടെ പോകണമെങ്കിൽ നേരെ താഴേക്ക് വന്ന് ഇതിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് സിസ്റ്റം ബസ്. സിസ്റ്റം ബസ് എഴുതിയാണ്ടല്ലോ, ഈ 3 ബസ്സിനെ പറയുന്ന പേരാണ് സിസ്റ്റം ബസ് എന്ന് പറഞ്ഞാൽ 50 to 100 ലൈൻസ് ഉണ്ടാവും. A system bus consists of 50 to 100 lines. Each line is assigned a particular function. ഈ ഫിഗർ വരച്ചെടുക്കണം കേട്ടോ. ബസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് ഈ ഫിഗർ വരച്ചെടുക്കുക. വളരെ എളുപ്പമാണ്. എന്താ വരയ്ക്കാനുള്ളത്? ബസ് സ്ട്രക്ചറിന് 3 യൂണിറ്റ് വരയ്ക്കുക, അടിയിൽ 3 ബസ് വരയ്ക്കുക, 3 ആളും തമ്മിൽ കണക്ട് ചെയ്യുക. അത്രേ ഉള്ളൂ. എല്ലാ യൂണിറ്റുകളും തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ ഈ ബസ്സിന് ഈ 3 ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബസ്സാണ് സിസ്റ്റം ബസ് എന്ന് പറഞ്ഞു. ഈ 3 ആൾക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ബസ്സുകൾ എത്ര ലൈൻസ് ഉണ്ടാവും? 50 to 100 ലൈൻസ് ഉണ്ടാവും. ഈച്ച് ലൈൻ ഈസ് അസൈൻഡ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഈ ബസ് എന്ന് പറയുന്നത് വെറുതെ കുറച്ച് ലൈന്, ഓരോന്നിനും വെറുതെ ഉള്ള സംഭവമല്ല. ഓരോ ലൈനിനും കുറച്ച് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ടാവും. ഒരു 1 മുതൽ 10 വരെയുള്ള ലൈന് ഒരു പ്രത്യേക ബസ്സാണ്. 11 മുതൽ 20 വരെയുള്ള ലൈനിന് നമ്മൾ വേറൊരു ബസ് എന്ന് പറയും. 20 മുതൽ 30 വരെയുള്ള ലൈനിന് വേറൊരു ബസ് എന്ന് പറയും. അപ്പോൾ ഓരോ ലൈനിനും എന്തുണ്ടാവും? ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ അസൈൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിന്റെ മീനിങ് എന്താണ്? ഈച്ച് ലൈൻ ഈസ് അസൈൻഡ് എ പെർട്ടിക്കുലർ ഫംഗ്ഷൻ. ഓരോ ലൈനിനും ഓരോ ഫംഗ്ഷൻ ഉണ്ടാവും, അതിന്റെ പർപ്പസ് ഉണ്ടാവും. ഓക്കെ, ഇനി അടുത്ത വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ ബസ്സുകൾ മെയിൻ ആയിട്ട് 3 ടൈപ്സ് ആണ്. 3 ടൈപ്സ് ഓഫ് ബസ്സസ്. ഓക്കെ, ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ഡാറ്റാ ബസ്, മറ്റേത് അഡ്രസ് ബസ്, മൂന്നാമത്തത് കൺട്രോൾ ബസ്. ഈ 3 ബസ്സിനെയും കൂടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിസ്റ്റം ബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാറ്റാ ബസ്സിനെയും കൺട്രോൾ ബസ്സിനെയും അഡ്രസ് ബസ്സിനെയും കൂടി നമ്മൾ എന്ത് പറയും? സിസ്റ്റം ബസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഡാറ്റാ ബസ് എന്ന് പറഞ്ഞാൽ? പേരിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അതിന്റെ പേരിൽ തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഡാറ്റാ ബസ് മീൻസ് ഡാറ്റ പോകാനുള്ള ബസ് അല്ലേ. സ്കൂൾ ബസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, സാധാരണ പാസഞ്ചേഴ്സിന് പോകാൻ പറ്റില്ല. ഓക്കെ, അതേപോലെ ഡാറ്റാ ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ബസ്സാണ്. എന്ത്? ഡാറ്റക്ക് പോകാൻ വേണ്ടിയുള്ള വയറുകളാണ് ഡാറ്റാ ബസ്. അപ്പം ഡാറ്റാ ബസ് മീൻസ് പാത്ത് ഫോർ മൂവിങ് ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് യൂണിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ. ഒരു കമ്പ്യൂട്ടറിനകത്ത് കുറേ യൂണിറ്റുകൾ ഉണ്ട്. ഇപ്പം മെമ്മറിയിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് ഡാറ്റ പോകണമെങ്കിൽ ഡാറ്റാ ബസ് വഴിയേ പോകുള്ളൂ, അല്ലാതെ അത് അഡ്രസ് ബസ് വഴി പോകില്ല. അപ്പോൾ ഡാറ്റാ ബസ് എന്ന് പറയുന്നത് ഒരു പാത്താണ്, ഒരു വഴിയാണ്. എന്താ? ഫോർ മൂവിങ് ഡാറ്റക്ക് പോകാനുള്ള വഴിയാണ് എന്ത്? ഡാറ്റാ ബസ്. എവിടുന്ന് എവിടേക്ക്? ഒരു കമ്പ്യൂട്ടറിനകത്തുള്ള ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലേക്ക് ഡാറ്റയ്ക്ക് പോകാനുള്ള വഴിയാണ് എന്ത്? ഡാറ്റാ ബസ്. വഴി മീൻസ് വയർ കേട്ടോ. പാത്ത് ഫോർ മൂവിങ് ഡാറ്റ ബിറ്റ്വീൻ ഡിഫറെന്റ് യൂണിറ്റ്സ് ഇൻ എ കമ്പ്യൂട്ടർ. പാത്ത് ഫോർ മൂവിങ് ഡാറ്റ, അതാണ് ഡാറ്റാ ബസിന്റെ ഹൈലൈറ്റ് കേട്ടോ. പാത്ത് ഫോർ മൂവിങ് ഡാറ്റയാണ്, അഡ്രസ് അല്ല. ഇപ്പൊ ഡാറ്റാ ബസ് എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റയ്ക്ക് പോകാൻ വേണ്ടിയുള്ള ബസ്സാണ് ഡാറ്റാ ബസ്. ഡാറ്റാ ബസ്സിന് എത്രയൊക്കെ ലൈനുകൾ ഉണ്ടാവാറുണ്ട്? 32 ലൈനുള്ള ഡാറ്റാ ബസ് ഉണ്ട്, 64 ലൈൻസ് ഉള്ള ഡാറ്റാ ബസ് ഉണ്ട്, 128 ലൈൻസ് ഉള്ള ഡാറ്റാ ബസ് ഉണ്ട്. അപ്പോൾ ഒരു ബസ്സിനകത്ത് കുറെ ലൈൻസ് ഉണ്ടാവും. നമ്മൾ വി ഓൾറെഡി ഡിസ്കസ് ദാറ്റ്. ഓക്കെ, ഇൻ എ ബസ് ഇറ്റ് കണ്ടെയ്ൻസ് മെനി നമ്പർ ഓഫ് ലൈൻസ്. ഓക്കെ, 32 ലൈൻസ് ഉള്ള ഡാറ്റാ ബസ് ഉണ്ട്, ആർ ദർ 64 ലൈൻസ് ആർ ദർ, 128 ലൈൻസ് ആർ ദർ. ഓക്കെ,
അപ്പോൾ ഈ ലൈൻസിന്റെ എണ്ണത്തിന് പറയുന്ന പേര് വിഡ്ത്ത് എന്നാണ്. വിഡ്ത്ത്. അപ്പോൾ 64 ലൈനുള്ള ഒരു ബസ്സിന്റെ വിഡ്ത്ത് എത്രയാണ്? 64 ആണ്. അപ്പോൾ ദ നമ്പർ ഓഫ് ലൈൻസ് ഇൻ എ ബസ് ഈസ് കോൾഡ് ദ വിഡ്ത്ത്. ഒരു ബസ്സിനകത്ത് എത്ര ലൈൻസ് ഉണ്ടോ അതിനാണ് അതിന്റെ ആ ബസ്സിന്റെ വിഡ്ത്ത് എന്ന് പറയാം. ഒരു ബസ്സിൽ എത്ര സീറ്റ് ഉണ്ടോ അതിനാണ് ആ ബസ്സിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്ന പോലെ ഒരു ബസ്സിനകത്ത് എത്ര ലൈൻസ് ഉണ്ടോ അതാണ് ആ ബസ്സിന്റെ വിഡ്ത്ത്. ഓക്കെ. ഇനി എന്താ അഡ്രസ് ലൈൻസ് എന്തായിരിക്കും? വെരി സിമ്പിൾ. അഡ്രസ് ബസ് എന്തായിരിക്കും? സിമ്പിൾ. ഡാറ്റാ ബസ് ഡാറ്റ പോകാനുള്ള ബസ്സാണെങ്കിൽ അഡ്രസ് ബസ് എന്തിനു വേണ്ടിയിട്ടാണ്? അഡ്രസ്സിന് പോകാനുള്ള ലൈൻസ് ആണ്. അപ്പോൾ അഡ്രസ് ബസ് ഈസ് ദ പാത്ത് ഫോർ മൂവിങ് അഡ്രസ് ഓഫ് ഡാറ്റ. മൂവിങ് അഡ്രസ് ഓഫ് ഡാറ്റയുടെ അഡ്രസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? അഡ്രസ് ബസ്. അപ്പോൾ അതിന് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് അല്ലേ? അപ്പോൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്ത് ഫോർ മൂവിങ് അഡ്രസ് ഓഫ് ഡാറ്റ എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അതായത് പാത്ത് ഫോർ മൂവിങ് ഡാറ്റയാണ് ഡാറ്റാ ബസ്, പാത്ത് ഫോർ മൂവിങ് അഡ്രസ് ആണ് എന്ത്? അഡ്രസ് ബസ്. ഓക്കെ. അപ്പോൾ ആരുടെ അഡ്രസ്? ഡാറ്റയ്ക്കാണ്. ഡാറ്റ ഇവിടുന്ന് എവിടെ പോകണം എന്നാണ് തീരുമാനിക്കുക. അപ്പോൾ അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്ത് ഫോർ മൂവിങ് സോഴ്സ് ആൻഡ് ഡെസ്റ്റിനേഷൻ അഡ്രസ് ഓഫ് ഡാറ്റ. സോഴ്സ് അഡ്രസ് എന്ന് പറഞ്ഞാൽ എന്താ? എവിടുന്ന് വരുന്നു, എവിടെ നിന്നുള്ളതാണ് സോഴ്സ്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എവിടേക്ക് പോകുന്നു, എവിടുന്ന് എവിടേക്ക് പോകണം എന്നുള്ളതാണ് എന്താ പറയുക? അഡ്രസ് എന്ന് പറയാം. അപ്പോൾ എവിടെ നിന്ന് വരുന്നു എന്നുള്ള അഡ്രസ്സും എവിടേക്ക് പോകുന്നു എന്നുള്ള അഡ്രസ്സും സ്റ്റോർ ചെയ്യാൻ അഡ്രസ്സുകളും പോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലൈൻസ് ആണ് അഡ്രസ് ബസ്. അപ്പോൾ പാത്ത് ഫോർ മൂവിങ് ഡാറ്റ അഡ്രസ് ബസ് ഈസ് ദ പാത്ത് ഫോർ മൂവിങ് അഡ്രസ്. ഓക്കെ. അഡ്രസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബസ്സാണ് അഡ്രസ് ബസ്. ഓക്കെ. പക്ഷേ ഏത് അഡ്രസ്സ്? രണ്ട് അഡ്രസ്സ് ഉണ്ടാവും നമുക്ക്. നമ്മൾ വരുന്ന അഡ്രസ്സ് ഉണ്ടോ, നമുക്ക് പോകുന്ന അഡ്രസ്സ് ഉണ്ടോ. അപ്പം നമ്മൾ ഡാറ്റ വരുന്ന അഡ്രസ്സും ഡാറ്റ പോകുന്ന അഡ്രസ്സും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഡാറ്റ വരുന്ന അഡ്രസ്സും ഡാറ്റ പോകുന്ന അഡ്രസ്സും മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? അഡ്രസ്സുകൾക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? അഡ്രസ് ബസ്. ഏത് അഡ്രസ്സുകൾക്ക് മൂവ് ചെയ്യാം? ഏത് അഡ്രസ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്? വരുന്ന അഡ്രസ്സും പോകുന്ന അഡ്രസ്സും. ആരുടെ? ഡാറ്റയുടെ. ഡാറ്റ എവിടുന്ന് വരുന്നു എന്നും പറയുന്നതും അഡ്രസ് ബസ്സാണ്. ഡാറ്റ എവിടേക്ക് പോകുന്നു എന്ന് പറയുന്നതും അഡ്രസ് ബസ്സാണ്. അപ്പോൾ അഡ്രസ് മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബസ്സാണ് അഡ്രസ് ബസ്. ഓക്കെ. ഇനി ദ വിഡ്ത്ത് ഓഫ് അഡ്രസ് ബസ് ഡിറ്റർമൈൻസ്. വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അഡ്രസ് ബസ്സിൽ എത്ര ലൈൻസ് ഉണ്ട് അതിനാണ് വിഡ്ത്ത് എന്ന് പറയാം. അപ്പോൾ വിഡ്ത്ത് ഓഫ് അഡ്രസ് ബസ് ഡിറ്റർമൈൻസ് ദ മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. ഒരു കമ്പ്യൂട്ടറിൽ എത്ര മെമ്മറി നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളത് എന്തിനനുസരിച്ചിരിക്കുന്നു അറിയാം? അഡ്രസ് ബസ്സിന്റെ ലൈൻസിനനുസരിച്ചിരിക്കും. നമുക്ക് 2 ലൈനേ ഉള്ളൂ എങ്കിൽ, അഡ്രസ് ലൈൻസിനകത്ത് 2 ലൈനേ ഉള്ളൂ എങ്കിൽ നമുക്ക് എത്ര 4 കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും? 00, 01, 10, 11. വേറെ കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു 2 ലൈനുള്ള അഡ്രസ് ബസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം 4 മെമ്മറിയെ അഡ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. 4 സ്ഥലങ്ങളെ പറയാൻ പറ്റുള്ളൂ അല്ലേ? 2 ലൈനേ ഉള്ളൂ എന്ന് വിചാരിച്ചോ. ഒരു അഡ്രസ് ബസ്സിനകത്ത് 2 ലൈൻസേ ഉള്ളൂ. വി ഹാവ് ഓൺലി 2 ലൈൻസ് ഇൻ ആൻ അഡ്രസ് ബസ്. ഓക്കെ. അപ്പോൾ 2 ലൈൻസ് ആണെങ്കിൽ എത്ര കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റും? കമ്പ്യൂട്ടറിനകത്ത് 0, 1 മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ നമുക്കറിയാം. അപ്പം വയസ്സിനുള്ളിലൂടെ ഇറ്റ് മൂവ്സ് ഓൺലി 0s and 1s. 0, 1 മാത്രമേ മൂവ് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ 2 വയറേ ഉള്ളൂ. അപ്പോൾ 0, 0 എന്ന് പറഞ്ഞൊരു കോമ്പിനേഷൻ പോവാം, 0, 1 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ പോവാം, 1, 0 എന്ന് പറഞ്ഞ കോമ്പിനേഷൻ പോവാം, 1, 1 എന്ന് പറയുന്ന കോമ്പിനേഷൻ പോവാം. വേറെ ഏതെങ്കിലും കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ? 2 വയർ കൊണ്ടും 0, 1 കൊണ്ടും? ഇല്ലല്ലോ. അപ്പോൾ എത്ര? 0, 0 എന്ന് പറഞ്ഞാൽ 1, 0, 1 എന്ന് പറഞ്ഞാൽ 2, 1, 0, 3, 1, 1 എന്ന് പറഞ്ഞാൽ 4. ഈ 4 അഡ്രസ്സുകളെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 4 അഡ്രസ്സുകളെ ഈ 2 വയർ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 4 അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 മെമ്മറിയിലേക്കേ പോകാൻ പറ്റുള്ളൂ. 4 ആൾക്കാരെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. എവിടുന്ന് വരുന്നു അല്ല എവിടേക്ക് പോകുന്നു എന്ന് 4 ആൾക്കാരെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 10 ലൈൻസ് ഉണ്ടെങ്കിൽ എത്ര പറ്റും? 10 ലൈൻസ് ഉണ്ടെങ്കിൽ 2 എന്ന് പറയുന്ന 1024 അഡ്രസ് ഉണ്ടാക്കാൻ പറ്റും. 10 ബസ് ഉണ്ടാക്കും. ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്രസ് ലൈൻസിന്റെ എണ്ണം ആണ് മെമ്മറിയുടെ കപ്പാസിറ്റിയെ നിശ്ചയിക്കുന്നത്. അതാണ് പറയുന്നത്. അഡ്രസ് ലൈൻസിന്റെ എണ്ണം ഡിറ്റർമൈൻസ് ദ മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഓഫ് എ സിസ്റ്റം. അത് ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അഡ്രസ് ലൈൻസ് എന്തുമായിട്ട് ബന്ധമുണ്ട്? മെമ്മറി ആയിട്ട് ബന്ധമുണ്ട്. അഡ്രസ് ലൈൻസിന്റെ എണ്ണം കുറവാണെങ്കിൽ മെമ്മറി കുറവായിരിക്കും. അഡ്രസ് ലൈൻസിന്റെ എണ്ണം കൂടുതലായി ഉണ്ടായാൽ മാത്രമേ മെമ്മറിയിലെ നമുക്ക് കൂടുതൽ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അഡ്രസ് ലൈൻസ് 2 ഉള്ളൂ എങ്കിൽ 4 മെമ്മറി സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. 4 സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ മെമ്മറിയിൽ 4 സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ. 00 പോവാം, 01 പോവാം, 10 പോവാം, 11 പോവാം. വേറെ സ്ഥലത്തേക്ക് എവിടെയും പോകാൻ പറ്റില്ല. വേറൊരു കോമ്പിനേഷൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ. അപ്പോൾ ഒന്ന് ഓർത്ത് വെക്കുക. ദ വിഡ്ത്ത് ഓഫ് അഡ്രസ് ബസ് ഡിറ്റർമൈൻസ് ദ മാക്സിമം പോസിബിൾ മെമ്മറി കപ്പാസിറ്റി ഓഫ് ദ സിസ്റ്റം. ഇനി കൺട്രോൾ ബസ് എന്താ? അഡ്രസ് ബസ് പോകാനാണ്, ഡാറ്റ ബസ് ഡാറ്റ പോകാനാണ്. കൺട്രോൾ ബസ് എന്ത് പോകാനാണ്?
കൺട്രോൾ പോകാനല്ല നമ്മൾ പറയാ, കൺട്രോൾ സിഗ്നൽ പോകാൻ വേണ്ടിയിട്ടാണെന്ന് പറയാം. അപ്പൊ കൺട്രോൾ ബസ് ഈസ് യൂസ്ഡ് ടു മൂവ് കൺട്രോൾ സിഗ്നൽസ്. കൺട്രോൾ സിഗ്നൽസ് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക, കൺട്രോൾ ബസ് ഉപയോഗിക്കുക. ഇപ്പൊ കൺട്രോൾ ബസ്സിന് താഴെ എഴുതുക കൺട്രോൾ ദ യൂസ് ഓഫ് ഡാറ്റ ആൻഡ് അഡ്രസ് ബസ്. ഇപ്പൊ കൺട്രോൾ ബസ് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക, അഡ്രസ്സിന്റെയും ഡാറ്റയുടെയും ഉപയോഗത്തിനെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ ദ യൂസ് ഓഫ് അഡ്രസ് ആൻഡ് ഡാറ്റ ബസ്. ഓക്കെ. ഇനി ട്രാൻസ്മിറ്റ് കൺട്രോൾ സിഗ്നൽസ്. കൺട്രോൾ ബസ്സിൽ കൂടെ എന്താ പോവുക, കൺട്രോൾ സിഗ്നൽസ് ആണ് പോവുക. അപ്പോൾ കൺട്രോൾ ബസ് എന്താണെന്ന് എഴുതിയാൽ മതി, കൺട്രോൾ ബസ് ഈസ് യൂസ്ഡ് ടു മൂവ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, കൺട്രോൾ ബസ് ഈസ് യൂസ്ഡ് ടു മൂവ് കൺട്രോൾ സിഗ്നൽസ്. അപ്പോൾ കൺട്രോൾ ബസ് ഈസ് എ പാത്ത് which is used to move അല്ലെങ്കിൽ which is used to transmit control signals. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസ്മിറ്റ് എന്താ, കൺട്രോൾ സിഗ്നൽസ് ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കൺട്രോൾ ബസ് എന്താ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, കൺട്രോൾ സിഗ്നൽസ് ആണ്. കൺട്രോൾ സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, കമാൻഡുകളെയും ടൈമിങ്ങിനെയാണ് നമ്മൾ കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു, നിങ്ങൾ ഒരാളെ കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ എന്ത് ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും ഒരാൾ പറയുന്നതിനാണ് എന്താ പറയുക, കൺട്രോളിംഗ് എന്ന് പറയുക. വേറൊന്നും അയാൾ പറയില്ല, നിങ്ങൾ ഇത് ചെയ്യരുത്, ഇത് ചെയ്യണം, 10:05 ചെയ്യണം, 10:04 ചെയ്യരുത്, 10:20 ചെയ്യണം. അങ്ങനെ നിങ്ങൾ എപ്പോൾ ചെയ്യണം, എന്ത് ചെയ്യണം എന്ന് ഒരാൾ പറയുന്നതിനാണ് നമ്മൾ എന്താ പറയുക, കൺട്രോളിംഗ് എന്ന് പറയാം. അതേ സംഭവം തന്നെയാണ് കൺട്രോൾ ബസ് എന്ന് പറയാം. അപ്പൊ കൺട്രോൾ ബസ് എന്ന് പറയുന്നത് കൺട്രോൾ സിഗ്നൽസുകൾ പാസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബസ്സാണ് കൺട്രോൾ ബസ്. അപ്പൊ എന്താണ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ, കമാൻഡുകളെയും ടൈമിങ്ങിനെയാണ് നമ്മൾ എന്താ പറയുക, കൺട്രോൾ സിഗ്നൽസ് എന്ന് പറയാം. കൺട്രോൾ സിഗ്നൽസ് വഴി എന്താ പോവുക, കമാൻഡുകളും എന്ത് ചെയ്യണം, അതിനാണ് കമാൻഡ്, റീഡ് ചെയ്യണം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യണം, അതിനാണ് എന്താ കമാൻഡ് എന്ന് പറയാം. ഈ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, എപ്പോൾ ചെയ്യണം, ക്ലോക്ക് സിഗ്നൽ. അപ്പോൾ അതിനാണ് എന്താ പറയുക, ടൈമിംഗ്. അത് നിങ്ങൾക്ക് പിന്നെ പഠിക്കാൻ ഡീറ്റെയിൽ ആയിട്ട്. കമാൻഡുകളെയും ടൈമിങ്ങിനെയും പറയുന്ന പേരാണ് കൺട്രോൾ സിഗ്നൽസ്. ഓക്കെ, കുറേ ടൈപ്പ് കൺട്രോൾ സിഗ്നൽസ് ഞാനിവിടെ എഴുതാം, അത് നമുക്ക് എന്താണെന്ന് പിന്നെ പഠിക്കാം. കുറേ കൺട്രോൾ സിഗ്നൽസിന്റെ ഒരു എക്സാമ്പിൾ ആണെന്ന് മെമ്മറി റൈറ്റ്. ഇതൊരു കൺട്രോൾ സിഗ്നലാണ്. അതിന്റെ അർത്ഥം എന്താണ്, മെമ്മറിയിൽ റൈറ്റ് ചെയ്യണം. മെമ്മറിയിൽ റൈറ്റ് എന്ന് മാത്രം പറഞ്ഞാൽ റൈറ്റ് കുറേ ടൈപ്പ് ഉണ്ട്. ചിലപ്പോൾ മോണിറ്ററിൽ റൈറ്റ് ചെയ്യണം എന്നാണെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് മെമ്മറി റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മെമ്മറിയിൽ റൈറ്റ് ചെയ്യണം. മെമ്മറി റീഡ് എന്ന് പറഞ്ഞാൽ ഇത് കൺട്രോൾ സിഗ്നൽസിന് എക്സാമ്പിൾ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എഴുതിയെടുക്കാം, മെമ്മറി റൈറ്റ്, മെമ്മറി റീഡ്, അയ്യോ റൈറ്റ് ആണ് നമ്മൾ എന്തിൽ വരിക, മോണിറ്ററിലൊക്കെ റൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയ്യോ റൈറ്റാണ് വരിക. മെമ്മറിയിൽ റൈറ്റ് ചെയ്യണമെങ്കിൽ മെമ്മറി റൈറ്റും, ഇൻപുട്ട് ഔട്ട്പുട്ട് റൈറ്റിലാണ് നമ്മൾ എന്താ പറയുക, മോണിറ്ററൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഇല്ലേ. അപ്പോൾ അതുകൊണ്ട് മെമ്മറി റൈറ്റ്, അയ്യോ റൈറ്റ് ഒക്കെ വരുന്നത് മോണിറ്ററിൽ എന്തെങ്കിലും ഒരു സാധനം ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ഏത് സിഗ്നലാണ് പോവുക, അയ്യോ റൈറ്റ് എന്ന് പറയുന്ന സിഗ്നലാണ് പോവുക. ഓക്കെ, അയ്യോ റീഡ്, അയ്യോ റൈറ്റ്. ട്രാൻസ്ഫർ ACK, എന്തെങ്കിലും ഒരു സാധനം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അക്നോളജ്മെന്റ്, അതിനാണ് ട്രാൻസ്ഫർ ACK, അക്നോളജ്മെന്റ് കിട്ടണം. പിന്നെ പറയാം കേട്ടോ, ഇതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കാം. ഇത് മനസ്സിലായില്ല എന്ന് വെച്ചിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ഈ സിഗ്നൽസ്, കൺട്രോൾ സിഗ്നൽസിന്റെ കുറച്ച് പേര് ഞാൻ പറയുന്നേ ഉള്ളൂ. കുറച്ച് പേരുകൾ എഴുതിയെടുക്കുക, ഈ മുഴുവൻ പേരുകൾ എഴുതിയെടുക്കാം, കുറച്ച് നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളൂ. ബസ് റിക്വസ്റ്റ്, ബസ് ഗ്രാൻഡ്, ഇന്ററപ്റ്റ് റിക്വസ്റ്റ്, ഇന്ററപ്റ്റ് ACK, ക്ലോക്ക്, റീസെറ്റ്, ഇതൊക്കെ കുറച്ച് കൺട്രോൾ സിഗ്നൽസിന്റെ പേരുകളാണ്. ഇതൊക്കെ ആണ് കൺട്രോൾ സിഗ്നൽസ്. കമ്പ്യൂട്ടറിനകത്ത് ഉപയോഗിക്കുന്ന കുറച്ച് കൺട്രോൾ സിഗ്നൽസ്, അവർ 12 എഴുതിയിട്ടേ ഉള്ളൂ. ഓക്കെ, ഈ കൺട്രോൾ സിഗ്നൽസ് ഒക്കെ നമുക്ക് ഇത്രയും നമുക്ക് പഠിക്കാം ഇന്ന്. അപ്പോൾ 2 ടോപ്പിക്കുകൾ നമുക്കിപ്പോൾ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പഠിച്ചിരിക്കുന്നത് 2 ടോപ്പിക്കുകളാണ്. ഒന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി കുറച്ച് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ആൻഡ് എക്സിക്യൂഷൻ, അത് കഴിഞ്ഞു. പിന്നെ ഇന്റർകണക്ഷൻ സ്ട്രക്ചർ പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ ബസ് സ്ട്രക്ചർ. ഇത് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് ഇത് നോട്ട് എഴുതണം. പിന്നെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താലേ നമുക്ക് ഇത് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ കുറച്ച് ഡൗട്ടുകളുണ്ട് ചോദിക്കുക. ഡൗട്ടുകളുടെ എന്നെ കോൾ ചെയ്തോളൂ. എൻ്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് തരാം. ഇത് 2-3 പ്രാവശ്യം കേൾക്കുക ഡൗട്ട് ഉണ്ടെങ്കിൽ. എന്നിട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്നെ വിളിക്കാം. ഓക്കെ, താങ്ക് യു.